അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ആന്റണി ജോർജ് അച്ചായനാണ്. മൈസൂറിൽ പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ ദൈവദാസൻ തന്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. സുദീർഘമായ 40-ലധികം വർഷങ്ങൾ കുവൈറ്റിൽ പാർത്തുകൊണ്ട് തന്റെ ജീവിതത്തില് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് കുവൈറ്റ് യുദ്ധകാലത്ത് ഉണ്ടായിട്ടുള്ള മറക്കാനാകാത്ത അനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് വളരെ ശ്രവ്യമായി തീരുമെന്ന് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ വിനിയോഗിക്കുക. കർത്താവ് എല്ലാവരെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ആന്റണി ജോർജ് അച്ചായനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു അവസരം അരോമ ടി വിയിലൂടെ എൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായി ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തിന് ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് ദൈവം തന്നെ തന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആഗ്രഹിച്ചതിലപ്പുറമായി എന്നെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഞാൻ വീണ്ടും അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന എല്ലാ അരോമ ടി വി പ്രേക്ഷകരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെ മേലിൽ ഉള്ള എൻ്റെ നന്ദിയും സ്നേഹവും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അറിയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിലും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. നമ്മളെ ദൈവവചനം കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ ദൈവവചനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ദൈവവചനത്തിന്റെ ഒരു വാക്കെങ്കിലും നമ്മെ സ്പർശിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ, ഈ മെസ്സേജ് ഇവിടെ സംസാരിക്കുമ്പോൾ, ഈ ടെസ്റ്റിമണി ഇവിടെ പറയുമ്പോൾ ഒരു വാക്കെങ്കിലും ആരെങ്കിലും ഒരാളെയെങ്കിലും ടച്ച് ചെയ്യാൻ സാധിക്കുമാറാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കട്ടെ. കാരണവനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ ദാനമാണെന്ന് സമ്മതിക്കുകയാണ്. ഇന്ന് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്തു. കൂടി വന്ന നിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്തു. പ്രത്യേകം ഞങ്ങൾ താൻ്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഡാനിയൽ ജോണായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ള ഉലാവുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വന്ന് ഞാനിവിടെ മധ്യത്തിലുണ്ടെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന മണ്ഡലങ്ങൾ ഞങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളറുകൾ ഇറങ്ങത്തില്ല. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഇടവരുമാറണമേ. ഒരു രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. സകലത്തിലും പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ, ആമേൻ. ഞാനൊരു പാട്ടുകാരനല്ല, എങ്കിലും ഒരു ചെറിയ പാട്ടും ഈരടി പാടുവാൻ ആഗ്രഹിക്കുകയാണ്. തേനിലും മധുരമേ ഇത്, തേൻകാട്ടയിലും ആസ്വാദ്യമേ ഇത്. തേനിലും മധുരമേ ഇത്, തേൻകട്ടയിലും ആസ്വാദ്യമേ ഇത്. ദൈവവചനം, ദൈവവചനം, 1000 ഭാഷകളിൽ അനവധി വാക്കുകളിൽ അവർണ്ണനീയമേ ദൈവവചനം. ദൈവവചനം തേനിലും മധുരമേ ഇത്, തേൻകട്ടയിലും ആസ്വാദ്യമേ ഇത്. ജീവനും ചൈതന്യവുമേ ഇത്, ജീവചൈതന്യമേ ഇത്. മരുയാത്രയിൽ എനിക്കിതു മഴമേഘമായി, ഊരിരുൾ പാതയിലോ അഗ്നിദീപമായി.
അതിലെനിക്കാശ്വാസമായി, വ്യാധിയിലോ എനിക്ക് ഔഷധമായി. ദൈവവചനം ദൈവവചനം എന്നിലും മധുരമേ ഇത്. ഒരു പ്രാവശ്യം കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അരോം TV പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ ഇത് സംസാരിക്കുന്നത് മൈസൂർ സിറ്റിയിൽ നിന്നുമാണ്, കർണാടകയിലെ മൈസൂർ സിറ്റിയിൽ നിന്നുമാണ്. ഇവിടെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനമുണ്ട്. ഇവിടെ ഞാനും എൻ്റെ ഭാര്യ മേരിക്കുട്ടി ആന്റണിയും കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ആന്റണി ജോർജ്, സ്ക്രീനിൽ കാണാമല്ലോ. എൻ്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി ആന്റണി. ഞങ്ങൾ ദീർഘകാലം കുവൈറ്റിന്റെ മണ്ണിലായിരുന്നു. എൻ്റെ ഭാര്യ അവിടെ മിനിസ്ട്രിയിൽ നേഴ്സായിരുന്നു. ഞാൻ അവിടെ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തു. അങ്ങനെ ദീർഘകാലം അവിടെ ജോലി ചെയ്ത് ഞങ്ങൾ അവസാനം റിട്ടയർഡായി. 2020 ഞങ്ങൾ ആ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ മൈസൂരിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ ഭവനം സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നാണ്. അത് ഞാൻ സാക്ഷ്യമായിട്ട് പറയാൻ പിന്നീട് ഒരുങ്ങട്ടെ. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മകള്, അവള് ന്യൂസിലൻഡിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇളയാള് മകനാണ്, അവൻ കുവൈറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവനൊരു എഞ്ചിനീയറാണ്. എൻ്റെ മകൾ എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് എന്ന് പറയാം. എൻവയോൺമെന്റൽ സയൻസ് അവിടെ പോയി പഠിച്ച് അവിടെ അതേ രീതിയിൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ വളർന്നത് കണ്ണിമില എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഫാദറും മദറും, എൻ്റെ ഗ്രാൻഡ് മദറും, എൻ്റെ ഇളയൊരു ബ്രദറും, അതിലും ഇളയൊരു സഹോദരി, അങ്ങനെ ഞങ്ങൾ 5 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് മൂത്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവര് ആ സഹോദരിയെ നേരത്തെ വിവാഹം കഴിച്ചു വിട്ടത് കൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നു. കത്തോലിക്ക ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിൻ്റെതായ ഭക്തിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഒരു ജീവിതമായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ മദ്യവും മയക്കുമരുന്ന്, പുകവലി, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഞാൻ വെറുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിലേക്ക് എനിക്ക് ചായ്വാനിട വന്നു. എൻ്റെ ഫാദർ ആണെങ്കിൽ ഞാൻ 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ എന്നോട് പറയും, എടാ നീ ഒരു വീട് കത്തിച്ചുണ്ടോ? പുള്ളിക്ക് അടുക്കളക്കാരൻ മുറ്റത്ത് നിന്നോട് പറയും, ഒരു വീട് കത്തിച്ചുണ്ടോ? ഒരു വീട് കത്തിക്കുമ്പോൾ നമുക്കറിയാം, ഈ വീട് കത്തിക്കണമെങ്കിൽ നമ്മൾ ആ തീക്കൊള്ളിയെ വെച്ചിട്ട് അകത്തോട്ട് വലിക്കണം, എന്നാലേ വീട് കത്തുള്ളൂ. എന്നിട്ട് 3-4 പുക വലിച്ചാലേ അത് കത്താതെ നിന്നിട്ട് എൻ്റെ പിതാവിൻ്റെ കൈ കൊണ്ട് കൊടുക്കും. ആക്ച്വലി ഒരു പിതാവും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ ചെറുപ്രായത്തിൽ ഇതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അതിലേക്ക് തിരിയാൻ ഇടവരും. പക്ഷെ ഞാൻ ഒരിക്കലും മദ്യം കഴിക്കുകയില്ലെന്ന് ചെറുപ്രായത്തിൽ തന്നെ തീരുമാനമെടുത്തു. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മദ്യത്തിൻ്റെ ഒരു വിക്ടിമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് ദിവസവും മദ്യപിക്കും, ദിവസവും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെ എൻ്റെ ബാല്യകാലം വളരെ സംഘർഷഭരിതമായിരുന്നു. വീട്ടിലെ ജീവിതം സംഘർഷഭരിതമായിരുന്നു. അതെൻ്റെ വിദ്യാഭ്യാസത്തെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവ് ഈ വർഷങ്ങളോളം മദ്യം സേവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പുള്ളി അദ്ദേഹം അറാംകോയിലെ ജോലി ചെയ്തിരുന്നതാണ്. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ ടാക്സിയെല്ലാം പിടിച്ച് ആവശ്യമായിട്ട് മിത്രാദികളുടെ വീടുകളിലൊക്കെ പോകുമായിരുന്നു. വലിയ ആവശ്യമായിരുന്നു. അന്ന് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് സൗദിയിൽ നിന്ന് വരുമ്പം PU സിൽക്ക് എൻ്റെ തുണി കൊണ്ടുവന്ന് ഷർട്ടൊക്കെ തയ്ച്ചു തരുമായിരുന്നു. അതുപോലെ അന്നൊക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിയുമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ആവശ്യമായ സമ്പത്തുണ്ടായിരുന്നു. പിന്നെ ഫാദർ വന്ന് സൗദിയിൽ നിന്ന് മടങ്ങി വന്ന് അവിടെ ഒരു 4-5 ഏക്കർ സ്ഥലം വാങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യത്തിന് സാമ്പത്തിക ഭദ്രത ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ആവശ്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല.
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കിടക്കേണ്ട ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ സാമ്പത്തികമായി അതുപോലെ നന്മയുള്ള ഒരു അനുഭവത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നു വന്നത്. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത് എൻ്റെ ഫാദറിൻ്റെ ഈ മദ്യപാനമായിരുന്നു. മദ്യപാനമാണെങ്കിലും സഹിക്കാം, പക്ഷെങ്കിൽ വീട്ടിൽ വന്ന് സന്ധ്യയായി വന്നു കഴിഞ്ഞാൽ എൻ്റെ മാതാവിനെ ആവശ്യമില്ലാതെ ഉള്ള ചീത്തയെല്ലാം പറയും, കേൾക്കാൻ പാടില്ലാത്ത ചീത്തകളെല്ലാം പറഞ്ഞ് ഞങ്ങൾ കുടുംബമായി താമസിക്കുന്ന മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ടെന്നൊന്നും എൻ്റെ പിതാവിന് ബോധമില്ല. എന്നിട്ട് എൻ്റെ മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും കാരണമില്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അങ്ങനെ വന്നെങ്കിലും പിന്നെയും ഒരു കാര്യം ഉണ്ട്, എൻ്റെ ഫാദർ ഇത്രയും വർഷങ്ങൾ ഓളം പുള്ളി ഈ മദ്യം കഴിച്ചെങ്കിലും പിന്നെ ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടുത്തുകയാട്ടെ, വിറ്റുകളയാട്ടെ, ഒരു 5 പൈസയെങ്കിലും കടം വരുത്തുകയാട്ടെ ചെയ്തിട്ടില്ല. ഉള്ള കാശ് കൊണ്ട് അദ്ദേഹം കള്ളു കുടിക്കും, അങ്ങനെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. അത് എൻ്റെ അമ്മയെ പീഡിപ്പിക്കുന്നത് പുള്ളിക്ക് എന്തോ ഒരു ഹോബിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജനിച്ചു വളർന്നു. അവസ്ഥ അങ്ങനെയായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടിന് കാരണമായി. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെ എൻ്റെ അപ്പൻ ഒരിക്കലെങ്കിലും തല്ലിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മക്കളെ ആരും പുള്ളി അങ്ങനെ തല്ലി വളർത്തുന്ന സ്വഭാവമില്ല. മക്കളെ ആരും ഉപദ്രവിക്കത്തില്ല. അതേസമയം തന്നെ എൻ്റെ മാതാവിനെ കാരണമായിട്ട് ആവശ്യമില്ലാതെ വെറുതെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. എങ്കിലും പിന്നെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും അപ്പൻ മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെ ഫീസ് കൊടുക്കാനോ പിന്നെ ക്ലോത്ത്സ് വാങ്ങിക്കാനോ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നിനും എൻ്റെ പിതാവ് മുടക്കം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ വാക്കത്തി വരെ എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മയെ കൊല്ലും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാകാതെ തന്നെ സഹോദരി ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ വളർന്നു വന്നത് കണ്ണിമല എന്ന് പറയുന്ന മുണ്ടക്കയത്തിനടുത്ത്, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ മുണ്ടക്കയത്തിനടുത്ത് കണ്ണിമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെയായിരുന്നു. ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ ഒരു നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഹെഡ് മാസ്റ്റർ അച്ഛന് ആലുങ്കലച്ചനായിരുന്നു. അച്ഛനും പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനും എല്ലാം ഞാൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇടയ്ക്കൊന്ന് പറഞ്ഞോളട്ടെ, ഒരു ദിവസം ഞാൻ പ്രായപൂർത്തിയായി കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മാന്യ അദ്ദേഹം ഒരാളോട് പറഞ്ഞു, എൻ്റെ പ്രിയ കുടുംബത്തിലുള്ള ഒരാളോട് പറഞ്ഞു, ഈ നാട്ടിലുള്ളതിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരനാണ് അന്തോനിച്ചൻ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലെ പെറ്റ് നെയിം അന്തോനിച്ചൻ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം തന്നത് എനിക്ക് ആക്ച്വലി അതൊരു വലിയൊരു സർട്ടിഫിക്കറ്റാണ്. കാരണം സ്വന്തം നാട്ടുകാരൻ ഒരാൾ അങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അങ്ങനെ ഞാൻ പ്രൈമറി വിദ്യാഭ്യാസം കണ്ണിമല സെൻറ് ജെയിംസ് UP അപ്പർ പ്രൈമറി സ്കൂളിലായിരുന്നു. എരുമേലി സെൻറ് തോമസ് കോളേജിൽ പോയി പഠിച്ചു 8, 9, 10. അങ്ങനെ അവിടുന്ന് SSLC പാസ്സായി. അത് കഴിഞ്ഞ് പാലാ സെൻറ് തോമസ് കോളേജിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ BSc മാത്തമാറ്റിക്സ് എടുത്ത് BSc പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഇൻഡോർ യൂണിവേഴ്സിറ്റിയിൽ, മധ്യപ്രദേശിലുള്ള ഇൻഡോർ യൂണിവേഴ്സിറ്റിയിൽ പോയി 2 വർഷം പഠിച്ച് MA പാസ്സായി മടങ്ങി വീട്ടിലെത്തി. വീട്ടിൽ വരാനുള്ള കാരണം ഞാൻ മുമ്പേ പറഞ്ഞ കാരണമാണ്. എൻ്റെ മദറിനെ ഇടിക്കുകയും തൊഴിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതി മാത്രമാണ്. ഞാനാണ് അന്ന് ഞാൻ രണ്ടാമത്തെ മകനാണ്, അവിടെ വീട്ടിലുള്ളതിൽ മൂത്ത മകനാണ്. അപ്പോൾ എൻ്റെ അപ്പനെ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. പുള്ളി നല്ല ഒത്ത ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്കാണെങ്കിൽ അത്രയും ആരോഗ്യമൊന്നുമില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഒരു അപ്പനായിട്ടൊരു മുക്കാവലിലേക്ക് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. ഇത്രയും ക്രൂരതയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അപ്പനോടുള്ള ബഹുമാനത്തിനോ സ്നേഹത്തിനോ ഞങ്ങൾ ഒരിക്കലും കുറവ് വരുത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ പിന്നെ കള്ളിൻ്റെ കെട്ടുവിടുമ്പോൾ പുള്ളിക്കാരന് സ്നേഹമായിട്ട് ഇടപെടുകയും ചെയ്യും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ അതെ, അങ്ങനെ ഇൻഡോർ യൂണിവേഴ്സിറ്റിയിൽ പോയി 2 വർഷം പഠിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചു. അന്ന് ഞാൻ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തെല്ലാം എക്സ്കർഷൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഞാൻ പോകുമായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ ഞങ്ങൾ MAക്ക് പഠിക്കുമ്പോൾ ഒരു ഇൻഡോറിൽ നിന്നും ഞങ്ങളെ ഒരു പ്രൊഫസർ, ഞങ്ങളുടെ വാർഡൻ ഡൽഹിക്ക് കൊണ്ടുപോയി. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു നല്ല ഒരു പ്രാഗൽഭ്യമുള്ള ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു,
ഇന്ദിരാഗാന്ധിയെ കാണാൻ ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി. ഞങ്ങളന്ന് പിന്നെ ആ കോളേജിൽ പഠിക്കുന്നത് കഴിഞ്ഞാൽ മലയാളികൾ കുറേ പേരുണ്ട്, പിന്നെ ആന്ധ്രക്കാര്, പിന്നെ ഗുജറാത്ത്, എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒന്നും രണ്ടും പേരുണ്ട്. അപ്പം ഞങ്ങൾ ഈ പ്രൊഫസർ പിന്നെ ഇന്ദിരാഗാന്ധിയെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി. ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ഇന്ദിരാഗാന്ധിയെ കാണാൻ തക്കോണം സ്വർഗത്തിൽ ദൈവം അല്ല ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഇന്ദിരാഗാന്ധിയെ പോയി കാണാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. 3 മിനിറ്റോ 5 മിനിറ്റോ ആണ് ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ ഇരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി. ആ ഫോട്ടോ എനിക്ക് എങ്ങനെയോ കാലക്രമേണ നഷ്ടമായിപ്പോയി. പക്ഷെ അത് ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ട് കരുതിയിരുന്നായിരുന്നു. അത് ഇട്ടിട്ടാണല്ലോ ഞാൻ ഈ പിന്നെ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ അനുജനൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവരത് കെയർ ചെയ്തില്ല. ഒരു വലിയൊരു ഒരു അനുഭവമായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും ഇന്ദിരാഗാന്ധിയോട് വളരെ ആകാംക്ഷയോടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഇങ്ങനെ കോളേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം വി ആർ ഫ്രം ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. ഓ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഇന്റഗ്രിറ്റി, ഇറ്റ് ഈസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോ കമന്റൊക്കെ പാസ്സായി. ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഞങ്ങൾ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അത് ആ ഇന്ദിരാഗാന്ധിയെ കണ്ടത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സ്കർഷന്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ ഒരു അനുഗ്രഹീതമായ, അതുപോലെ തന്നെ ഇൻഡോർ സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി, വളരെ മനോഹര, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സിറ്റിയിലൊന്നാണ് ഇൻഡോർ. നല്ല കാലാവസ്ഥയും നല്ല നിരപ്പ് സ്ഥലവും, സിറ്റി ഓഫ് സൈക്കിൾസ് എന്നാണ്. എത്ര ദൂരം വേണമെങ്കിലും ഞങ്ങൾ അവിടുന്ന് അനേകം ദൂരം സൈക്കിൾ യാത്ര ചെയ്ത് ടൂറൊക്കെ പോയിട്ടുണ്ട്, പിക്നിക്. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന നല്ല അവസരമല്ലേ, ജീവിതത്തിലെ ഏറ്റവും പിന്നെ മനോഹരമായ ഒരു കാലഘട്ടം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ദിവസങ്ങൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ. ഞാനൊരു 80 വയസ്സ് വരെയും, ഇപ്പം എനിക്ക് 80 വയസ്സുണ്ട്, ഈ 80 വയസ്സ് വരെ ഇൻഡോറിൽ കോളേജിൽ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും ഞാൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ നേരെ നാട്ടിലേക്ക് വന്നു. എനിക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ഒരു ജോലിക്ക് ട്രൈ ചെയ്യായിരുന്നു. എൻ്റെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ചിലരൊക്കെ പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്നവരായിരുന്നു, അവർ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചാലും അങ്ങനെ ഞാൻ പറഞ്ഞത്, ഞാൻ വരാൻ കാരണം ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നു. കാരണം എൻ്റെ അമ്മയെ എനിക്ക് അങ്ങനെ ഈ അപ്പൻ്റെ ക്രൂരതയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് പോകാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് നാളെങ്കിലും നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ വന്നു. അതുപോലെ കേരളത്തിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിന് പോയി, ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചു. പിന്നെ ഫെഡറൽ ബാങ്കിലെ പിന്നെ ഒരു മിസ്റ്റർ ഹോർമിസ് ആയിരുന്നു അന്നത്തെ ചെയർമാൻ, അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാനിട വന്നു. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ആരോ ഒരു അദ്ദേഹത്തെ അറിയുന്ന ആളുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഒരു ജോലി കിട്ടാൻ ഇട വന്നില്ല. 3 വർഷക്കാലം ഞാൻ അവിടെ വീട്ടിൽ അങ്ങനെ നടക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് തെങ്ങും പിന്നെ റബ്ബറും എല്ലാം ഉണ്ട്, അതിൻ്റെ ചോട്ടിലെല്ലാം വളമൊക്കെ ഇട്ട് ഏത്തവാഴിയെല്ലാം കൃഷി ചെയ്ത് അങ്ങനെ സമയം പോക്കി. അങ്ങനെ അത് ഒരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അപ്പൻ ഇതിനൊന്നും ശ്രദ്ധിക്കത്തില്ല, കൃഷിയിലൊന്നും ശ്രദ്ധിക്കത്തില്ല. പുള്ളിക്ക് ആ പടയുള്ള ഇൻഡസ്ട്രി, പിന്നെ എന്തെങ്കിലും കള്ളു കുടിക്കണം, അമ്മിക്കിട്ട് 2 തൊഴി കൊടുക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം ചെയ്ത് ഞങ്ങളുടെ തെങ്ങൊക്കെ നിലവും കുറച്ചുകൂടെ ഉന്മേഷത്തോടെ കായ്ക്കാനൊക്കെ ഇട വന്നിട്ടുണ്ട്. 3500 തേങ്ങ വരെ ഞാൻ അന്ന് അവിടെ എണ്ണിയിട്ടുണ്ട്. ഇന്നത്തെ തെങ്ങെല്ലാം നശിച്ചു പോയി, അവിടെ എല്ലാം റബ്ബർ നട്ടു. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയാൽ 3 വർഷം അവിടെ നിന്നപ്പോൾ ഞാൻ മടുത്തു. 3 വർഷം മടുത്തു. ഒരുപാട് ഇന്റർവ്യൂവിന് പോയി ജോലി കിട്ടിയില്ല. പിന്നെ അന്ന് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രൊഫസർ ആക്കാവുന്ന മറ്റോ കോളേജുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത്രമാത്രം പൈസ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ അവസാനം ഞാൻ മടുത്തു. അപ്പോൾ എനിക്ക് ഡൽഹിയിലെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, എൻ്റെ ഫാദറിൻ്റെ ഒരു കസിൻ. അദ്ദേഹത്തിന് എൻ്റെ പേർക്ക് ഞാൻ ഒരു ലെറ്റർ ഇട്ടു, അങ്കിൾ എന്നെ സഹായിക്കണം, എനിക്ക് ഇവിടെ നിൽക്കാൻ, ഞാൻ നിന്നും അടുത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡൽഹിക്ക് വരണമെന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം എന്നെ അത് സമ്മതിച്ചു, നീ കടന്നു പോരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തിന് ഒരു 7-8 മക്കളുണ്ട്. അപ്പോൾ പുള്ളി പിന്നെ ഒരു ക്ലാസ് 1 ഓഫീസറാണ്, പിന്നെ സെക്രട്ടേറിയറ്റിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആൻറ്റി ഒരു ടീച്ചറായിരുന്നു ഡൽഹിയിൽ. പക്ഷെ മക്കൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എനിക്ക് 20 ദിവസം കൊണ്ട്, 3 വർഷമായിട്ട് ജോലി കിട്ടാതിരുന്ന എനിക്ക് 20 ദിവസം കൊണ്ട് ഡൽഹിയിൽ നിന്ന് ജോലി കിട്ടി. വലിയ ജോലി ആയിരുന്നില്ല, ക്ലറിക്കൽ ജോലിയിൽ കയറി. ഏതായാലും 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് റാൻബക്സി ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ആവറേജ് സാലറി ആയി, ആരെയും ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കുക എന്നുള്ളൊരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 3 വർഷം ആകുമ്പോൾ ഞാൻ 1973 70-ൽ ഞാൻ പാസ്സാകുന്നു. 73-ൽ ഞാൻ ഡൽഹിയിൽ ചെല്ലുന്നു. 76-ൽ എനിക്ക്
എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പിന്നെ അന്നത്തെ ആ സമയത്ത് ഏറ്റവും വലിയ കമ്പനിയും ഏറ്റവും നല്ല കമ്പനിയുമായിരുന്നു അത് ഡൽഹിയിൽ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അതിന് അവർക്ക് കുവൈറ്റിലെ ഒരു വലിയൊരു ഹൗസിംഗ് പ്രോജക്റ്റ് കിട്ടി. ആ പ്രോജക്റ്റില് ഈവൻ കുവൈറ്റിലെ ഒരു സീ പാലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസംബ്ലി മന്ദിരമുണ്ട്. അത് ഈ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ കമ്പനി ചെയ്തതാണ്. അന്ന് പിന്നെ അങ്ങനെ എനിക്ക് അവിടെ പോകാൻ വേണ്ടി ഒരു 10,000 പേരിൽ കൂടുതൽ ആൾക്കാരെ അന്ന് ആ കമ്പനി കുവൈറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് വിട്ടു. അതിൽ എനിക്കും ട്രാൻസ്ഫർ കിട്ടി. ഞാനും അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ, നമുക്കറിയാമല്ലോ ഗവൺമെന്റ് പ്രോഗ്രാം ആണല്ലോ, ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് ചെല്ലുമ്പോഴേ നമുക്ക് പിന്നെ 100 കടിയാണ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മാസത്തെ ശമ്പളവും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് അക്കോമഡേഷൻ ഉണ്ട്, ഫുഡുണ്ട്, ഒന്നിനും അറിയണ്ട. ഒരു ബസ്സുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അന്ന് കോസ്റ്റർ എന്ന് പറഞ്ഞ ഈ മിനി ബസ് ഉണ്ടല്ലോ, ആ മിനി ബസ് ഉണ്ട്. ഞാൻ അത് എല്ലാ പിന്നെ സൺഡേകളിലെ സാറ്റർഡേകളിലെ നമ്മളെ ദൂരെ മാർക്കറ്റിൽ കൊണ്ടുപോകും, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരാം. അപ്പൊ ഈ 100 രൂപ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ആഹാരം എല്ലാം അവിടെ കിട്ടും, താമസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ ചെന്നൊരു ബ്ലാങ്കറ്റ് വാങ്ങി, ഞങ്ങൾ അത്യാവശ്യമുള്ള സോപ്പോ ചീപ്പൊക്കെ വാങ്ങിയാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ, ഞാൻ 1-2 മാസം കൂടുമ്പോഴേ ശമ്പളം വാങ്ങിക്കത്തുള്ളായിരുന്നു. അപ്പൊ അത് ഒരുമിച്ച് കിട്ടില്ല അതിനു വേണ്ടിയിട്ട്, കാരണം അത്രയും അവിടെ ചെലവാകത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ അവിടെ കടന്നുപോയി. ദൈവത്തിന് അതിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ. കാരണം അനേകര്, ഈവൻ എഞ്ചിനീയേഴ്സ് പോലെ എനിക്കറിയാം, അവിടെ വന്ന് കല്ല് വരെ ചുമക്കേണ്ടി വന്നവരുണ്ട്, സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിന് പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുള്ളത്. കാരണം അന്ന് എനിക്ക് എൻ്റെ സ്വന്തപ്പെട്ട ആരും, എൻ്റെ ഫ്രണ്ട്സോ ആരും കുവൈറ്റിലില്ല. അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ അവിടെ പോകാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സാധ്യതയുമില്ലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒന്നാണ് അത്. അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ ഈ സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച ആ കാലഘട്ടത്തിൽ കുവൈറ്റിലായിരുന്നു. ആ ഇൻവേഷൻ കാലത്ത് മുഴുവനും ഞങ്ങൾ കുവൈറ്റിലുണ്ടായിരുന്നു. അന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ വളരെ അനുഗ്രഹത്തോടെ നടത്തി ഉള്ളം കരങ്ങളിൽ സൂക്ഷിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് 1-2 വാക്യങ്ങൾ ഞാനത് പിന്നെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് വായിച്ചു നോക്കാം. അപ്പം ഞാൻ ആക്ച്വലി പിന്നെ ആദ്യം സുവിശേഷം പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നതോ അതനുസരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം എനിക്ക് പിന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തെക്കുറിച്ച് കാര്യമായി അറിവില്ലായിരുന്നു. അതുപോലെ തന്നെ ബൈബിളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് മനസ്സിൽ സ്നാനത്തെക്കുറിച്ച് വലിയ എതിർപ്പായിരുന്നു. കാരണം കത്തോലിക്ക മാമോദീസയുടെ പഴക്കവും മാനസാന്തരപ്പെട്ടിട്ടുള്ള വിശ്വാസ സ്ഥാനത്തെക്കുറിച്ചുള്ള അജ്ഞതയും കാരണം ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ജോലിയുടെ കാര്യത്തിലും സാമ്പത്തികമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസം വന്നു. അങ്ങനെയുള്ള പ്രതികൂലം വന്നപ്പോൾ ഞങ്ങൾ കുറെ പ്രാർത്ഥനകളെല്ലാം കൂടാൻ ശ്രമിച്ചു. അത് പിന്നെ ആക്ച്വലി എൻ്റെ വൈഫാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരെ എൻ്റെ വൈഫിനെ അവിടുന്ന്, ഞങ്ങൾ ജാപ്രിയയിൽ താമസിക്കുന്ന ഷർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ജേർണി ഉണ്ട്. അവിടെ ഞാൻ അവിടെ കൊണ്ട് എൻ്റെ വൈഫിനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് അന്ന് ഒരുപാട് വീഡിയോസ് കിട്ടുമായിരുന്നു, ഈ മൂവീസ്, ഹിന്ദി മൂവീസും മലയാളം മൂവീസും എല്ലാം. അത് വീട്ടിൽ വന്നിരുന്നിട്ട് അത് മുഴുവൻ കണ്ടിട്ട് ഞാൻ തിരിച്ച് ചെന്ന് എൻ്റെ വൈഫിനെ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പെന്തക്കോസ്തൽ പ്രാർത്ഥന ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, ഒച്ച വെച്ചുള്ള പ്രാർത്ഥന. കാര്യം കത്തോലിക്ക പ്രാർത്ഥനയാണ് എനിക്കിഷ്ടം. അങ്ങനെ വന്നപ്പം ഒരു പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, പാസ്റ്റർ കത്തനാർ രാജു. അദ്ദേഹം ഇപ്പം നാട്ടിലുണ്ട്. ഈ ആദ്യം ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ കോവിഡിന്റെ കാലത്താണ് അവരും തിരിച്ച് കുവൈറ്റ് വിട്ട് നാട്ടിലെത്തുന്നത്. കഴിഞ്ഞ 3-4 മാസം മുമ്പ് ഞാൻ കണ്ടായിരുന്നു കുവൈറ്റിൽ ഒരു നമ്മുടെ ഫ്രണ്ടിന്റെയും മകന്റെ കല്യാണം ഉണ്ടായിരുന്നു. 12 അന്ന് ഞങ്ങൾ ഒരുമിച്ച് കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ വൈഫ് പറഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, പുള്ളി ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഒച്ചയിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും ഒരു ദിവസം എന്ന് പറഞ്ഞു. അത് അതുപോലെ സംഭവിച്ചു. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞ് ഞാൻ അവിടെ പിന്നെ എൻ്റെ വൈഫിനെ കൊണ്ടുവിടുകയല്ല, കൂടെ ഇരിക്കാൻ തുടങ്ങി. കൂടെ ഇരുന്ന് ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് പിന്നെ ദൈവകൃപയാൽ ഞങ്ങൾ 1987 സെപ്റ്റംബറിൽ വിശ്വാസ സ്നാനമേറ്റു. 1988 പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചു. അന്യഭാഷ കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ PG വർഗീസിന്റെ അനുജൻ ഒരു പിന്നെ പാസ്റ്റർ ഉണ്ടായിരുന്നു.
പാസ്റ്ററിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വിസിറ്റിംഗ് പാസ്റ്ററായിട്ട് അവിടെ വന്ന് ഞങ്ങളുടെ പിന്നെ കൂട്ടായ്മ വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രത്യേക ഒരു അനോയിന്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്ന എല്ലാവരോടും ഇങ്ങനെ അഭിഷേകം കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അഭിഷേകം ഇല്ലെന്ന് പറയുന്നത് പെന്തക്കോസ്ത് തുടങ്ങിയതേ ഉള്ളെങ്കിൽ എനിക്ക് അഭിഷേകം ഇല്ലെന്ന് പറയാൻ കഴിയത്തില്ല എല്ലാവരുടെ മുമ്പിൽ. അതെനിക്കൊരു നാണക്കേടായിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറയും. അപ്പം അന്നേരം പാസ്റ്റർ ചോദിച്ചു അന്യഭാഷ സംസാരിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കുന്നു. അതെന്നാ പിന്നെ എന്തോ അഭിഷേകം, ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളി എന്നെ മുമ്പോട്ട് കയറ്റിയിരുത്തി എൻ്റെ തലയിൽ കൈവച്ച് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് അഭിഷേകം പ്രാപിക്കാൻ ഇടവന്നു. ആ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അഭിഷേകം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാനും ആദ്യം ഞങ്ങൾ ചർച്ചകളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ വേറെ ചർച്ചയിൽ മാറാൻ ഇടവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് 1987 കഴിഞ്ഞിട്ട് 1990 ആകുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ജോലിയുള്ള ബന്ധത്തിൽ അവിടെ താമസിക്കുന്നത് കൊണ്ട് അധികം നേരം ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒന്നും സമയമില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു ആദ്യം മുതൽ ഒരു അക്ഷരം പോലും വിടാതെ ബൈബിൾ വായിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഉൽപ്പത്തി മുതൽ 1990 ഫെബ്രുവരിയിൽ ഉൽപ്പത്തി മുതൽ തുടർച്ചയായി തിരുവചനം വായിക്കാൻ ആരംഭിച്ചു. അങ്ങനെ തുടർച്ചയായി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ എത്തിയപ്പോഴാണ് ആഗസ്റ്റ് മാസം 2-ാം തീയതി ഇറാഖിന്റെ ആക്രമണവും അതേ തുടർന്നുള്ള പാലായനവും നടന്നത്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 20-ാം വാക്യം, ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. ഈ വാക്യം എന്റെ ഹൃദയത്തിൽ തട്ടി. അതെനിക്ക് റീമ ആയി അനുഭവപ്പെട്ടു. വാസ്തവമായി യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്നും ദൈവം എന്നെ പരിപാലിക്കുമെന്ന് എന്റെ ഹൃദയം എന്നോട് പറഞ്ഞു. പലപ്പോഴും ഞാനത് വായിച്ചു, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വായിച്ചപ്പോഴേക്കും അതെന്റെ ഹൃദയത്തിന് ധൈര്യം പകർന്നു. അത് റീമയാണെന്ന് എനിക്ക് കൺഫേമായി. 1990 ആഗസ്റ്റ് 2, സമയം രാവിലെ 7 മണി. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് അസാധാരണമായി ഒന്നും തോന്നിയില്ല. 8 മണിയാകുമ്പോഴേക്കും ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞെത്തും. എന്നിട്ട് വേണം ഓഫീസിൽ പോകാൻ. കുഞ്ഞുങ്ങൾ രണ്ടും കിടന്നുറങ്ങുകയാണ്. രാവിലെ ദിനചര്യകൾ കഴിച്ച് ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ ടെലിഫോൺ ബെല്ലടിക്കുന്നു. എടുക്കുമ്പോൾ ഭാര്യയാണ്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ കഴിയത്തില്ല, ബസ് തിരിച്ചുവിട്ടു. അവർ വന്ന ബസ് തിരിച്ചുവിട്ടു. ഇവിടെ എല്ലാം ചുറ്റും ഇറാഖി പട്ടാളമാണ്. ഇറാഖി പട്ടാളമോ? അതെങ്ങനെയാണ്? കുവൈറ്റി പട്ടാളമായിരിക്കും. ഞാൻ തിരിച്ചു പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഭാര്യയ്ക്ക് തെറ്റുപറ്റിയതായിരിക്കും. ഉടനെ ഭാര്യ പറഞ്ഞു, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു, ഇവിടെ എല്ലാം നിറയെ പട്ടാളമാണ്, വീട്ടിലേക്ക് വരാൻ പറ്റുകയില്ല, റോഡെല്ലാം പട്ടാളം നിൽക്കുകയാണ്, വാഹനങ്ങൾക്കൊന്നും പോകാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു. ആകപ്പാടെ ഒരു അങ്കലാപ്പുണ്ടായെങ്കിലും എനിക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല. പട്ടാളക്കാരെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാനാണ്, കുറെ കഴിയുമ്പോൾ താൻ വന്നു ചേരും എന്ന് ഞാൻ കരുതി. പിന്നെ ഞാൻ വിചാരിച്ച് ഓടിപ്പോയി ബാങ്കിൽ നിന്നും കുറച്ച് പൈസ എടുക്കാം. അന്നേരത്തെ എൻ്റെ വിചാരം മറ്റാർക്കും ആ ബുദ്ധി തോന്നിയിട്ടില്ലായിരിക്കും എന്നാണ്. പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ ചെന്നപ്പോൾ അതിൻ്റെ അടുത്തെങ്കിലും ചെല്ലാൻ സാധിക്കുകയില്ല. നീണ്ട ക്യൂ ആണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കയ്യിലുള്ള പൈസയ്ക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങും. നേരെ അങ്ങോട്ട് വിട്ടു. ദൈവമേ, അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ആൾക്കൂട്ടമാണ്. അതിനുള്ളിൽ കയറിപ്പറ്റാൻ ഒരു വഴിയുമില്ല. അതിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു മലയാളി സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയും നൈറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും എൻ്റെ ഭാര്യയും ഒരേ ഹോസ്പിറ്റലാണ്, ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയും നൈറ്റായിരുന്നു, വരാൻ പറ്റത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഇനി ഒരിക്കലും എൻ്റെ ഭാര്യയെ കാണാൻ പറ്റുകയില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, കുറച്ച് കഴിയുമ്പോൾ അവർ വരുമെന്ന്. എനിക്കപ്പോൾ എന്താണോ കരയാൻ തോന്നിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് മുമ്പിൽ കാണുന്നത്. ജീവിതം തന്നെ ആകെ തകിടം മറിയുകയാണ്. ചുറ്റുപാടും എല്ലായിടത്തും ഭയങ്കര അങ്കലാപ്പ്. ജനമെല്ലാം വിരളി പിടിച്ച് ഓടുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഇന്ന് തുറക്കുമ്പോൾ അതിൻ്റെ രുചി മറന്നുപോയി. എന്നാലും ഒരുമാതിരി കാറ്റ് കുത്തിവിട്ട ബലൂൺ പോലത്തെ ഒരവസ്ഥ മനസ്സിന്. അതിനിടെ ആര് മരിക്കും, ആര് ജീവനോടെ ഇരിക്കുമെന്ന് ചിന്തിക്കുവാനുള്ള സാവകാശം കൂടി മനസ്സിന് നഷ്ടമായി. മനുഷ്യരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരു കുവൈറ്റി പോലീസിന്റെ ട്രാഫിക് പോലീസിന് തെറ്റായ വഴിയിലൂടെ, അവൻ ലെഫ്റ്റ് സൈഡിൽ പോകേണ്ട റൈറ്റ് സൈഡിൽ കൂടെ എൻ്റെ നേരെ എതിരെ വരുന്നു. അവന് അത് മനസ്സിലായില്ല, സദാം ഹുസൈൻ കയറിയത് അറിഞ്ഞു കാണത്തില്ല. അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഉച്ചയായപ്പോഴത്തേക്കും ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കുവൈറ്റിൽ നിന്നുള്ള പാലായനം ആരംഭിച്ചു. എല്ലാ രാജ്യക്കാരും ദേശക്കാരും ഇവിടെ വിടുകയാണ്. ധാരാളം ലഗേജും കയറ്റി കാറുകളും അതുപോലുള്ള മറ്റു വാഹനങ്ങളും നിറയെ റോഡിൽ കൂടി പോവുകയാണ്. ഇവിടെ നിന്ന് ഇന്ത്യക്കും കാർ ഓടിച്ച് പോയവരുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂട്ടു സഹോദരങ്ങൾ പലരും ഇവിടെ വിട്ടു പോരുന്നോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പോകാൻ പലതവണ ഒരുങ്ങി, പിന്നെയും പാക്കിങ് കഴിച്ച് വീണ്ടും പാക്ക് ചെയ്ത് വീണ്ടും അഴിച്ചു. അവർ ചിലർ പറഞ്ഞു ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പരീക്ഷിക്കുകയാണ്, കിട്ടുന്ന അവസരം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന്. അത് അങ്ങനെ പറഞ്ഞു. എങ്കിലും
അവസാനമായി ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പായി ഞങ്ങൾ ബ്രദർ കുമാരദാസിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ കിട്ടുന്ന ദൂതനുസരിച്ച് അന്തിമ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു ഞാനും ഭാര്യയും കൂടെ. അന്നത്തെ കാലത്ത് അവിടെ ഒരു കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്ന ഒരു ദേവദാസനായിരുന്നു ബ്രദർ കുമാരദാസ്. ഞങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങുമെന്നും ഞങ്ങൾക്ക് വ്യക്തമായ ആലോചന ലഭിക്കുമെന്നും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടും. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഒരടയാളം വെച്ചു. അത് ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പഴയ നിയമകാലത്ത് സംസാരിച്ച ദൈവം ഇന്നും സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് കടന്നു ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ ഈസ്റ്റിന്റെ ഒരു വലിയ ടിൻ ഇരിക്കുന്നതാണ് ശ്രദ്ധിച്ചായിരുന്നു. ഞങ്ങൾ സാധാരണ വീട്ടിൽ ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു പാക്ക് അവിടെയാണ് കണ്ടത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു. അങ്ങനെ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും അവരെ സന്ദർശിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അവർ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു, കോവിഡ് വിട്ടു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ അനവധി ഭവനങ്ങൾ അവിടുന്ന് പലായനം ചെയ്ത ഭവനങ്ങളിൽ പോയി ഞങ്ങൾ അവരെ യാത്ര ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇന്ന് ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ചന്ദ്രലാലിന്റെ ഭവനത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നുള്ളത് നിന്റെ നിയോഗമാണെങ്കിൽ അവരുടെ വീട്ടിൽ നേരത്തെ കണ്ടിരുന്ന ആ ഈസ്റ്റ് പാക്ക് ഞങ്ങളുടെ കയ്യിൽ ലഭിക്കണം. അവർ പലായനം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് അത് ഉടനെ പ്രയോജനപ്പെടാത്ത വസ്തു ആയതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം. അത് തന്നെയല്ല, അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരടയാളം അതാണ്. അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ നിന്നുള്ള ഉറപ്പായിട്ട് എടുക്കും എന്നും, അഥവാ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുമെന്നും അടയാളമായിട്ട് വെച്ചു. ഈ അടയാളം വെച്ച കാര്യം ഞാൻ ആരോടും പങ്കുവെച്ചില്ല. അവിടെ നിന്നും അരമണിക്കൂർ യാത്രയുണ്ട് അവരുടെ ഭവനത്തിലേക്ക്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടി അവരുടെ കുവൈറ്റിലെ റിഗായ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഭവനത്തിലെത്തി. അവർ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. അവർ പോകുമ്പോൾ അവിടെ താമസിക്കാൻ ചില സിലോണി ചെറുപ്പക്കാരെ അവിടെ ആക്കിയിട്ടുണ്ട്. ഞാൻ അവരുടെ സിറ്റിംഗ് റൂമിലിരുന്ന് അല്ലെങ്കിൽ സലൂണിലിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അവരുടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന എൻ്റെ ഭാര്യയെ എനിക്ക് കാണാം. അവരുടെ സംസാരം എനിക്ക് കേൾക്കുകയും ചെയ്യാം. ഞങ്ങൾ സംസാരമൊക്കെ കഴിഞ്ഞ് യാത്ര പറയാനുള്ള സമയമായി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അത് കിട്ടുന്ന യാതൊരു ലക്ഷണവുമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പോയിട്ട് വിടുക തന്നെ. അതേസമയം കിച്ചണിൽ നിന്ന് സംസാരിക്കുന്ന എൻ്റെ ഭാര്യ സന്ദർഭവശാൽ ആ വീട്ടുകാരിയുടെ ഈസ്റ്റിന്റെ ടിൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കാൻ ഇടവന്നു. എൻ്റെ അടയാളത്തിന്റെ കാര്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. ഞാൻ അടയാളം വെച്ചിട്ടുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. അപ്പോൾ ആ വീട്ടുകാരി അതിനെന്താ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന പിള്ളേർക്ക് ഇത് വേണമോ എന്ന് ചോദിക്കട്ടെ, വേണമെങ്കിൽ പൊട്ടിച്ച കുറി എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് അവരോട് ചോദിക്കാൻ കഴിയും. ഞാനത് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്രയും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഉടനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, അവരത് പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകും, പൊട്ടിക്കാതെ കിട്ടുകയാണെങ്കിൽ പോകരുത് എന്നുള്ളതിന് ഉറപ്പായിട്ട് കരുതും എന്ന് എൻ്റെ ഉള്ളിൽ ദൈവത്തോട് പറഞ്ഞു. അത് പൊട്ടിക്കുവാനായിരുന്നു കൂടുതൽ സാധ്യത. പക്ഷെ അവരും അതും കൊണ്ട് തിരികെ വന്നു. നിങ്ങളുടെ എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ കൈ കൊടുത്തു. ഞങ്ങൾക്കത് എന്തിനാണെന്ന് പോലും അറിയില്ല. ഞങ്ങൾക്ക് വേണ്ട എന്ന് അവിടെ താമസിക്കുന്നവർ അവരോട് പറയുന്നത് എനിക്ക് കേൾക്കാമായി. ഇന്ന് പകൽക്കാലവും നമ്മുടെ സ്വരം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അന്ന് സന്ധ്യയ്ക്ക് കാറിൽ മടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ വെച്ച അടയാളത്തിന്റെ കാര്യം പറഞ്ഞു. മനുഷ്യ മനസ്സുകളെ അറിയുന്ന, ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ കണ്ടു. അന്ന് കുവൈറ്റിൽ നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നും വീണ്ടും ഇത് ഞാൻ പറയുമ്പോൾ 35 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് അടയാളമായി ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നു. നാളത്തെ പ്രഭാതം കാണുകയില്ലെന്ന് വിചാരിച്ച അനവധി ഭയാനക രാത്രികൾ ഞങ്ങളെ കടന്നുപോയി. ആ നാളുകളിൽ പിന്നീടുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളുടെ അടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ പ്രയോജനപ്പെട്ടു. ഇവിടെ ഒരു യുദ്ധത്തിൻ്റെതായ കെടുതികളും അപമൃത്യമൊന്നും അവിടെ ഉണ്ടായില്ല എന്നുള്ളത് സത്യം തന്നെയെങ്കിലും വാസ്തവമായി മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടി സഞ്ചരിക്കുവാനും അവിടെ ദൈവത്തിന്റെ അദൃശ്യമായ കരത്തിന്റെ ശക്തി അനുഭവിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവത്തിന്റെ ധാരാളം സംഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലത്തുണ്ടായിരുന്ന കൂട്ടായ്മയും പ്രാർത്ഥനാ യോഗങ്ങളും ജീവിതത്തിലെ പ്രത്യേക അനുഭവമായിരുന്നു. വളരെ അനുഗ്രഹീതമായ കൂട്ടായ്മ യോഗങ്ങളായിരുന്നു. ധാരാളം ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അന്നൊന്ന് രുചിച്ചറിഞ്ഞ സ്വന്തം അനുഭവങ്ങൾ പങ്കിടുവാനും അവസരമുണ്ടായി. മറ്റുള്ള അവസരങ്ങൾ അതുപോലെ തന്നെയല്ല എന്ന് തോന്നാം, പക്ഷേ അന്നത്തെ അനുഭവങ്ങളെ വിവരിക്കുവാൻ പ്രയാസമാണ്. അതുവരെ അറിയാതിരുന്ന ചില ജീവിതങ്ങളെ പരിചയപ്പെടുവാനും ഇടപെടുവാനും മറ്റുള്ള അവസരങ്ങളെ പറ്റിയ അപകടമല്ലേ ഒരുപോലെ ടെൻഷനായിരുന്ന ഒരു പ്രത്യേക സ്നേഹബന്ധമായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത്. ഇന്നും അത് ഹൃദയത്തിന്റെ ഉള്ളറുകളിലെങ്കിലും മായാതെ കിടക്കുന്നുമുണ്ട്. അതെ, ഞങ്ങൾ അന്ന് ഇൻവേഷൻ കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് ഇന്നും ആൾക്കാർ പറയുന്നത് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിലും അത് മഹത്തായ ഒരു അനുഭവമായിരുന്നു. ദൈവസന്നിധിയിൽ വളരെ അടുക്കുവാനും വാസ്തവമായും ദൈവിക സാന്നിധ്യം അറിയുവാനും അനുഭവിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തപ്പോഴത്തെ അവസ്ഥ പോലെയായിരുന്നു. ദിവസവും ദൈവത്തിന്റെ കാലിന്റെ ശബ്ദം ശ്രദ്ധിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, ആലോചന കേൾക്കാൻ കാതോർത്തിരുന്ന ദിവസങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ അന്നേരം തന്നെ ഉത്തരം കിട്ടുന്ന അനുഭവമായിരുന്നു. അത് താഴോട്ടുള്ള വിവരണങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് കാണാം. ജീവനുള്ള ദൈവം തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു. ഓരോ ദിനങ്ങളും എത്ര ടെൻഷൻ നിറഞ്ഞതായിരുന്നു. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയാനാകൂ. എങ്കിലും ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു. അദൃശ്യമായ ഒരു ശക്തിയുടെ തണലിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു.
ഇന്ന് അതിന്റെ തീവ്രത മനസ്സിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞു. എത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ അതുപോലെ ഒരു അനുഭവം ഉളവാകാൻ സാധ്യതയുമില്ല. അനുഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ രുചി അറിയുകയുള്ളൂ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. യാഥാർത്ഥ്യത്തിന്റെ ചൂട് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലെല്ലാം അതുപോലെ തന്നെയാണ്. വളരെ വലിയ പ്രതിസന്ധികളാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആഘാതം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നാളുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കഥ പോലെയായി തീരുകയാണ്. കാലം വികാരങ്ങളുടെ തീയെ കെടുത്തിക്കളയുന്നു. അതുകൊണ്ടാണല്ലോ വീണ്ടും നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുന്നത്, മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോഴാണ് മറവി ഒരു അനുഗ്രഹമായി മാറുന്നത്. പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരും വിദേശം വിട്ടുപോയി. പരിചയമുള്ളവരുടെ എല്ലാം ടെലിഫോൺ കറക്കി നോക്കുമ്പോൾ ആരും എടുക്കുന്നില്ല. ആരൊക്കെ പോയാലും ഞങ്ങൾ പോവുകയില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞൊരു സുഹൃത്തിന്റെ വീട്ടിൽ വിളിച്ചു. ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചു എല്ലാവരും പോയി കാണും. ഇനി പരിചയമുള്ള ഒരാൾ പോലും കുവൈറ്റിൽ ശേഷിച്ചിട്ടുണ്ടാകില്ല. മനസ്സിനുള്ളിലേക്ക് ഒരു തണുപ്പ് അരിച്ചു കയറുന്നത് പോലെ തോന്നി. അപ്പോഴുണ്ടാകുന്ന ആ വികാരം പറഞ്ഞു വലിപ്പിക്കാൻ പ്രയാസമാണ്. അന്നൊരു ദിവസം വഴിയിൽ വെച്ചൊരു പട്ടാളക്കാരൻ അല്പം കയത്ത് സംസാരിച്ചു. വല്ലാത്ത വിഷമം തോന്നി. വീട്ടിൽ വന്നപ്പോൾ വിചാരിച്ചു ഇനി എങ്ങും പോകുന്നില്ല, എന്തിനു പോകാനാ, വെറുതെ എന്തിനാ ഇറക്കി പട്ടാളത്തിന്റെ ചീത്ത കേൾക്കുന്നു. ഇതിനുള്ളിൽ മാസങ്ങൾ പലത് കഴിഞ്ഞു. അവസാനത്തെ ചാൻസ് ആയിട്ട് ഒരു കപ്പൽ നാട്ടിൽ നിന്ന് വന്നത് മടങ്ങി. ആ കപ്പൽ വന്നപ്പോഴേക്കും പോകാൻ കരുതിയവരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. പിന്നെ അതിൽ കയറിക്കൂടാൻ അധികം ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടത്. ഞാൻ കാർ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് വിജനമായ ചുറ്റുപാടുകൾ, ശൂന്യമാകുന്ന മനസ്സ്, കാറിന്റെ ബാറ്ററിയുടെ കണക്ഷൻ ഊരി മാറ്റി. ഇവിടെ മലയാളികൾ ആരുമില്ല, പരിചയമുള്ള ഒരാൾ പോലും ശേഷിച്ചിട്ടില്ല എന്നാണ് അപ്പോഴത്തെ ധാരണ. മനസ്സിന്റെ അപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിരിക്കാൻ പ്രയാസമാണ്. വല്ലാത്ത ഒരു ശൂന്യത മനസ്സിൽ നിറഞ്ഞു. പലപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് വർണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ്. കാലങ്ങൾ കടന്നു കഴിയുമ്പോൾ അന്ന് അനുഭവിച്ച വിഭ്രമം നമുക്ക് തന്നെ അന്യമായി തീരും. അതിന്റെ ആഴവും പരപ്പും പിന്നീട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. നമുക്ക് തന്നെ തോന്നും, ഓ, അത്രയൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും അസ്തമിക്കും. ഉള്ളം ആദ്യം കൊണ്ട് നിറയും. കാറിന്റെ ബാറ്ററി ഊരി വെച്ച് വീടിനുള്ളിൽ തന്നെ ഒരു വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൂടി. പ്രാർത്ഥിക്കാത്തവരും പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങൾ അവിടെ നമ്മുടെ സകല കഴിവുകളും അസ്തമിക്കുകയാണ്. ആകെയുള്ള ആശ്രയം ദൈവം മാത്രമാണ്. പക്ഷെ ദൈവം വളരെ വളരെ അടുത്തായിരുന്നു. അതിശക്തിയില്ലാതെ പറയാൻ കഴിയും. അത് പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ദൈവം എന്നെ അടുത്തിറങ്ങി വരികയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശം മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞു, ദൈവമേ, എന്റെ മുമ്പിൽ ഇറങ്ങി വരരുതേ, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യം ഇപ്പോഴില്ല എന്ന്. ദൈവിക സാന്നിധ്യം അത്രയ്ക്കും അടുത്തായിരുന്നു, വാസ്തവമായിരുന്നു. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ കാറിന്റെ ബാറ്ററി ഊരി വെച്ചതിന്റെ പിറ്റേ ദിവസം പെട്ടെന്ന് നിശ്ചലമായിരുന്നു ടെലിഫോൺ മണിമുഴങ്ങും. ഞാൻ ഓടിച്ചെന്ന് റിസീവർ എടുത്തു. അത് ബ്രദർ മോഹൻ ആയിരുന്നു. ബ്രദർ മോഹൻ കാഞ്ഞിരമൺ. ഇന്ന് എപ്പോഴാണ് അവരൊക്കെ USA-യിലായിരിക്കുന്നു. അവൻ മോഹൻ കാഞ്ഞിരമണിനെ എല്ലാവരും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ പോയിട്ടില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരിചയമുള്ള ചിലരൊക്കെ ഇവിടെ ഉള്ളവരുടെ പേരും പറഞ്ഞു. അപ്പോഴത്തെ മനസ്സിന്റെ അവസ്ഥ വർണ്ണിക്കാൻ പ്രയാസമാണ്. ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെയായിരുന്നു. അത്രയും സന്തോഷമുള്ള ഒരു വാർത്ത അതിനു മുമ്പോ അത് കഴിഞ്ഞോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്നും പ്രാർത്ഥന യോഗങ്ങളായിരുന്നു. ഒരു ദിവസം അബ്ബാസിയാണെങ്കിൽ, പിന്നെ ഖസാവി, പിന്നെ സാൽമിയ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ മിക്കവാറും ഉപവാസമായിരുന്നു. അധികം ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു. ഉള്ളത് തന്നെ എപ്പോഴാണ് തീരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ മറ്റു പല പ്രതിസന്ധികളും വിചാരപ്പെട്ടതുപോലെ പ്രതികൂലമാക്കിയില്ല. എല്ലാവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എല്ലാം സാധാരണഗതിയിലായതുപോലെ ആയിരുന്നു. ചില സൂപ്പർ മാർക്കറ്റുകളൊക്കെ തുറക്കാറുണ്ടായിരുന്നു. അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കാർഡ് നിർബന്ധമാക്കി. അങ്ങനെ അത് മുഖാന്തരം ഓരോരുത്തരുടെയും റേഷൻ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ അത്യാവശ്യ സാധനങ്ങൾ കുറെയെല്ലാം കിട്ടാനുണ്ടായിരുന്നു. അനുഗ്രഹമായിരുന്നു. അന്ന് അനേകം കാറുകളും ഒക്കെ ഒളിവിൽ വെച്ചിരിക്കുകയായിരുന്നു. കാരണം അത് പിടിച്ചു പറിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ കാർ ബലമായി എടുക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ തന്നെ കൊന്നിട്ട് വേണം കാർ എടുക്കാൻ എന്ന് പറഞ്ഞ് പിടിച്ചിരുന്നു. ഏതായാലും അക്രമങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല, കാറും എടുത്തില്ല. എന്നാൽ ഞങ്ങൾ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകാനും മറ്റുമായി ദിവസവും കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. കൂടെയുള്ളതിനായി എൻ്റെ കർത്താവെ, നീയും എൻ്റെ കൂടെയുള്ളതിനായി സ്തോത്രം. ആരെങ്കിലും എൻ്റെ കാറിന്റെ കീ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷെ നീ അനുവദിക്കാതെ ആരും എൻ്റെ കാറിന്റെ കീ ചോദിക്കുകയില്ല. നീ അത് അനുവദിക്കുന്നതിനായി സ്തോത്രം. അവസാനം വരെയും ആരും എൻ്റെ കാർ അപകരിക്കാൻ വന്നില്ല. ഒരു ദിവസം ഇതിനിടയ്ക്ക് ആക്ച്വലി വന്നു. അവിടെ 2 പാലസ്തീനി ചെറുപ്പക്കാർക്ക് ഞങ്ങൾ താമസിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ തൊട്ട് താമസിക്കുന്ന 2 പാലസ്തീനി യുവാക്കൾക്ക് എൻ്റെ കാറിനോട് നോട്ടം ഉണ്ടായിരുന്നു. അത് പുതിയ കാറായിരുന്നു, ടൊയോട്ട കൊറോള ആയിരുന്നു. അപ്പം 4 സിലിണ്ടറാണ്. അങ്ങനെയുള്ള കാറുകളാണ് ഇറാഖിൽ ഓടിക്കാൻ താല്പര്യം, പെട്രോളിന്റെ കൺസംഷന് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ അവര് ഒരു ആർമി ഓഫീസറെ, 2-3 സ്റ്റാറും ഒക്കെ ഉള്ള ഒരു ആർമി ഓഫീസറെ കൂട്ടിക്കൊണ്ട് എൻ്റെ വീടിന്റെ വരാന്തയിൽ വന്നു. എന്നോട് പറഞ്ഞു, നിന്റെ കാർ എവിടെയാ? വേൻ ചെയ്യാറത്ത് എത്തുന്നു ചോദിച്ചു, അറബിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാറ് പിന്നെ വീടിന്റെ പുറകെ കൊണ്ടിട്ട് ബാറ്ററി ഊരി എൻ്റെ വീടിനകത്ത് വെച്ചിരിക്കുക. പക്ഷെങ്കിൽ ആ മനുഷ്യന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുമായിരുന്നു, കാറിന്റെ കീയും ബാറ്ററിയും കൊണ്ടുപോകണം, കാർ കൊണ്ടുപോട്ടെന്ന്. വിത്തൗട്ട് എനി നോബഡി വിൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ പക്ഷെങ്കിൽ ഇദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കണ്ടറിയാം, ഞാൻ പിന്നെ ഇന്ത്യക്കാരനാണ്. എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, ഞാൻ
ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, ലെറ്റ് ഹിം ഗോ. ആ മനുഷ്യൻ പറഞ്ഞു, നീ പൊയ്ക്കോ പൊയ്ക്കോ, റോഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അകത്ത് കയറി വാതിലടച്ചു. അങ്ങനെ അന്ന് ഞാൻ നിരാശപ്പെടേണ്ട അവസ്ഥയ്ക്ക് പകരം ആ പാലസ്തീനി ചെറുപ്പക്കാരെ നിരാശപ്പെടുത്തിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അന്ന് അവർ ആ വാഹനം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല, ഒരു കാറാവുന്നേരം വാങ്ങാൻ പറ്റത്തില്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, കുഞ്ഞുങ്ങളുണ്ട്, എന്തെങ്കിലും ആഹാരം വാങ്ങിക്കാനാണെങ്കിലും ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു പ്രതികൂലമായിരുന്നു. ആ വലിയൊരു പ്രതികൂലം വരാതെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ ഐശ്വര്യമായി കാത്തു സൂക്ഷിച്ചതോടെ ഞാൻ ഇത് ഇന്നും ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നും പ്രാർത്ഥന യോഗങ്ങൾ ഉണ്ടായി. ഒരു ദിവസം അബ്ബാസിയിലാണെങ്കിൽ പിന്നെ അസാബി, പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവാഞ്ചലിക്കൽ ചർച്ച്. അപ്പൊ അങ്ങനെ ഇവാഞ്ചലിക്കൽ ചർച്ച് ഞങ്ങൾ ചെല്ലുമ്പോഴും അവിടെ പിന്നെ ഒരു അഡ്രസ്സും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ കോവിഡുമായിട്ട് ബന്ധമില്ലാത്ത കുറേ സുഡാനിൽ നിന്നൊക്കെ കുറേ കറുത്ത വർഗ്ഗക്കാർ കയറി വന്നിട്ടുണ്ടായിരുന്നു. അവന്മാർ അവിടെ വന്ന് നമ്മുടെ ചർച്ചിൽ പോയിട്ട് അവിടെ ആക്ച്വലി ലബോറട്ടറി ഒക്കെ ഉണ്ട്, ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അവന്മാർ എന്ത് ചെയ്യും, ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പിന്നെ ഹാളിലൊക്കെ വന്നിട്ടാണ് അവർ കാര്യം സാധിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പായെടുത്ത് പിരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബ്രദർ ഡോണ്ട് ടച്ച്. ഞാൻ അത് തൊടല്ലെന്ന് പറഞ്ഞു. കാര്യം എനിക്കറിയാം അവന്മാർ അതിനകത്തെല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, അത് കാരണം അദ്ദേഹത്തിന്റെ കൈ ചീത്തയായില്ല. അങ്ങനെ ഉള്ള അനുഭവങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ കടന്നുപോയി. എങ്കിലും എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങളുടെ 10-60 പേരുണ്ടായിരുന്നു. കുറച്ച് പിന്നെ നമ്മുടെ വിശ്വാസികളല്ലാത്തവരും കൂടുതലായിരുന്നു. കുറേ വിശ്വാസ ഭവനങ്ങളിൽ നിന്ന്, എല്ലാ ചർച്ചുകളിൽ നിന്നും, PCK അങ്ങനെയുള്ള എല്ലാ ചർച്ചുകളിൽ നിന്നും, ചർച്ച കൊണ്ടുവന്ന എല്ലാ ചർച്ചകളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ആളായിരിക്കുമല്ലോ നമ്മുടെ ഇറാഖി സാംകുട്ടി. അദ്ദേഹത്തിന്റെ അങ്ങനെ പേര് വന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയാമോ, ഞാൻ അവിടെ പ്രാക്ടി കിട്ടാനായിട്ടുള്ള സാധ്യതകളില്ലല്ലോ. അപ്പൊ ഈ ഇന്ത്യൻ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തില് മിക്കവാറും ഇങ്ങനെ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചുകൊണ്ട്, പക്ഷെ അവരെങ്ങനെ അത്രയും ആൾക്കാർ വരുന്നത് വെറും വേർഡ് ടു വേർഡാണ്, അല്ലെ നമ്മള് മൗത്ത് ടു മൗത്ത് എന്ന് പറയത്തില്ലേ, പറഞ്ഞു കേട്ട് മാത്രം. അവിടെ അഡ്വർടൈസ്മെന്റ് ഇല്ല, ഫ്ലെക്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആ മീറ്റിംഗ് കൂടാൻ ഒരു 10-10,000 പേര് ഇന്ത്യക്കാർ കൂടുമായിരുന്നു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളവർ. അങ്ങനെ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുറെ ട്രാക്ട് വിതരണം ചെയ്യണം. അപ്പൊ ട്രാക്ട് വിതരണം ചെയ്യണമെങ്കിൽ ട്രാക്ട് അവിടെ കിട്ടാനില്ല, യാതൊരു ട്രാക്റ്റും ഇല്ല. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു വിശ്വാസി ആയിട്ട് ആദ്യം നാളുകളായി, 88-ലല്ലേ ഞാൻ വിശ്വാസിയാണ്. അപ്പൊ എനിക്ക് ബൈബിളിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും. പക്ഷെ എന്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നത് ജോൺ 3:16 വേഴ്സ് ആയിരുന്നു. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന അവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ വചനം എടുത്ത് ഞാൻ അതിൽ ഒരു ട്രാക്ട് ഉണ്ടാക്കി. ഒരുപാട് കാര്യങ്ങൾ എഴുതി അവരോടെല്ലാം പറഞ്ഞിങ്ങനെ, അവസാനം രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിങ്ങളെ കരുതും, ഈ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും, ഒരു നല്ല ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട് എന്നെല്ലാം എല്ലാവരും എൻകറേജ് ചെയ്ത് ഒരു മനോഹരമായ ട്രാക്ട് അടിച്ചു. ആ ട്രാക്ട് സിംഗാളിസിലേക്ക് ഒരു പിന്നെ കർത്താവിന്റെ ദാസൻ, ഒരു സിംഗള കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു, ശ്രീലങ്കൻ. അദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ തമിഴിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് പോകാതെ നിന്ന ഒരു ഈജിപ്ഷ്യൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞങ്ങൾ കുറെ അറബിക് ട്രാക്റ്റുകളെല്ലാം വാങ്ങിച്ചു. ആ അറബിക് ട്രാക്റ്റുകളും ഇതുമെല്ലാം കൂടെ 100 കണക്കിന് 1000 കോപ്പികൾ എടുക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടായി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IPCയിൽ അന്ന് പോയിക്കൊണ്ടിരുന്ന മധ്യ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ജോലി ചെയ്തിരുന്നു. ആ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറാഖും കൂടി എല്ലാ ഗൾഫ് കൺട്രീസും കൂടിയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പൊ അവിടെ വലിയ ഹ്യൂജ് പിന്നെ ഫോട്ടോ കോപ്പി മെഷീൻസ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഇത് കോപ്പി എടുക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. അനവധിയായ കോപ്പികൾ ഞങ്ങൾക്ക് എടുത്തു. അതിന് ഞങ്ങൾ ഈ പിന്നെ മീറ്റിങ്ങിന് പോകും, ഇന്ത്യൻ സ്കൂളിലെ മീറ്റിങ്ങിന് പോകും. ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 10 പേരുടെയിലെങ്കിലും ഈ പേപ്പർ നമ്മുടെ ട്രാക്ട് കൊടുക്കണം, കർത്താവിനെ കുറിച്ച് പറയണം. അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അവിടെ ഈ മീറ്റിംഗ് ഉള്ളപ്പോഴെല്ലാം ഞങ്ങൾ പോകും. എന്നിട്ട് ഞാനും എൻ്റെ വേറെ ഒരു പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടും മറ്റേ പലരും അന്നേരം കൂടും അവിടെ. ഞങ്ങൾ പിന്നെ കഥകിന്റെ വാതിലിന്റെ അടുക്ക നിന്ന് ഞങ്ങളിത് ഇതിങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ വിചാരിച്ചു നമുക്ക് അന്ന് ഈ ഇറാഖിലെ ഈ കപ്പൽ എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് അരി അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അരിയെ, പിന്നെ പയറ്, പഞ്ചസാര, മുളക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തിടാ, ഇവിടെ സുവിശേഷം പറയാൻ നല്ല അവസരമാണ്. കാര്യം നമ്മൾ കന്യാകുമാരിക്ക് പോകേണ്ട, കാശ്മീരിന് പോകേണ്ട, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള
ഇന്ത്യക്കാരെ മുഴുവൻ അവിടെ ലൈൻ നിൽക്കുക. അപ്പം നമ്മൾ ഒറ്റ പ്രാവശ്യം സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയതുപോലെ ഇരിക്കും. അതൊരു സന്തോഷമുള്ള വാർത്തയല്ലേ. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള എൻട്രി എന്ന് പറഞ്ഞിട്ട് ഞാനും പുള്ളിയും കൂടെ ആയിരുന്നു എല്ലാ ഈ സുവിശേഷം പറഞ്ഞു. ഞങ്ങൾ അനേക ഭവനങ്ങൾ കയറിയിട്ടുണ്ട്. കുവൈറ്റുകളിൽ, ഈ ലെബനീസ്, ശ്രീലങ്കൻസ്, പിന്നെ ഫിലിപ്പിനോസ്, മലയാളികൾ, ആന്ധ്രാക്കാര്, സകലരുടെയും വീടുകളിൽ ഞങ്ങൾ അന്ന് പോയി സുവിശേഷം പറയാം. നീ കാർ ഓടിച്ച് ഞങ്ങൾ പോകും, ദൂരങ്ങൾ പോവുകയാണ്. അന്ന് നിറച്ച് ട്രാഫിക് ഉണ്ടായിരുന്ന റോഡുകളൊക്കെ എം ടി ആയിട്ട് കിടക്കുക. നമുക്ക് വേണമെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാം. അതുപോലെ ഒരു ഒറ്റ കാർ പോലും ഇല്ല. ഞങ്ങളുടെ കാർ മാത്രമാണ് ചിലപ്പം ചില സ്ട്രെച്ചിലൊക്കെ കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പിന്നെ ഇറാഖി പട്ടാളം ഇങ്ങനെ നിൽക്കും, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ ഇന്ത്യക്കാരെ കാണുമ്പോൾ അവർക്ക് ദൈവകൃപയാൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഇറാഖി പട്ടാളത്തിനോട് ആക്ച്വലി ആദ്യം ബിഗിനിങ്ങിലൊക്കെ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ ഭയങ്കര പിണക്കമായിരുന്നു. ഈ ഇൻവേഷൻ കയറിയ ആളെന്ന് കണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഈ ഇറാഖി പിന്നെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമേ അവർക്ക് സമാധാനം കൊടുക്കണമേ, അവരാരും മരിക്കാതെ നാട്ടിൽ തിരിച്ചിടണേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരോടുള്ള ആ വിരോധം മുഴുവൻ മനസ്സിൽ നിന്ന് പോയി, കംപ്ലീറ്റ് പോയി. അവരെ നമ്മൾ സ്നേഹിക്കുക. അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വിഷയമല്ല, അവരെ ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി. നമ്മുടെ ഹൃദയത്തിൽ അവരോട് ഭയങ്കര സ്നേഹം, അനുകമ്പയുമായി. കാര്യം അവരെ പലരും ഇഷ്ടമുണ്ടായിട്ട് വന്നതല്ല. അവരൊക്കെ വയലിൽ നിന്നവനെയൊക്കെ ഒരു തോക്കും കൊടുത്ത് ഈ സദാം ഹുസൈൻ വിട്ടതാണ്. സദാം ഹുസൈന് പട്ടാളക്കാരില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ട്രാക്ടറും കൊണ്ട് പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ പോയിക്കോട്ടും പോകാതെ എനിക്ക് കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുടുംബമായിട്ട് പോകുമായിരുന്നു. മക്കളെയും കേട്ട് 2 കൊച്ചു മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇളയതിന് 2.5 വയസ്സുണ്ട്, മൂത്തത് 4 വയസ്സ്. അപ്പം ഞങ്ങൾ അവിടെ പോകുമ്പോൾ എന്ത് പറയുമ്പോൾ വിവിധ ഭാഷകളിലെ ട്രാക്ടറുകളുമായി ഞങ്ങൾ കുവൈറ്റിന്റെ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും കയറി. ഞങ്ങൾ കുടുംബമായും മറ്റു ചിലപ്പോൾ ഞാനും ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഹെൻറി എന്നായിരുന്നു, മാത്രമാണ് യാത്ര ചെയ്തിരുന്നത്. അന്ന് 2 കുട്ടികളുള്ളത് വളരെ ചെറുപ്പമായിരുന്നു, 2.5 വയസ്സ്, മൂത്തയാൾ 4 വയസ്സ്. ഞങ്ങൾ പോകുന്ന വഴികളിൽ വീടുകളിൽ ആടുകളെയും കോഴികളെയും വളർത്തുന്നവരും മോട്ടോർ ബോട്ട് വീടിന്റെ മുമ്പിലുള്ളവരും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പം കുഞ്ഞുങ്ങൾ വളരെ ബഹളം ഉണ്ടാക്കും. അത് ബോട്ടിനകത്ത് കയറണം, ആടിനെ കാണണം, ബോട്ടിനകത്ത് കാരണം എന്നൊക്കെ വാശി പിടിക്കുമായിരുന്നു. അവരെ തനിച്ചാക്കിയിട്ട് പോകാനും പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. മണിക്കൂറുകളിൽ തുടരെ യാത്ര ചെയ്യുന്നതിനുള്ള ബോറടിയായിരുന്നു മക്കളെ ഏറെ മുഷ്ടിപ്പിച്ചത്. അന്ന് പല കുവൈറ്റുകളോടും നേരിട്ട് സുവിശേഷം പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു പല രാജ്യക്കാരോടും സുവിശേഷം പങ്കുവെക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനകളിലും വിവിധ ജാതികളിൽ നിന്നും അവർ കടന്നു വരുമായിരുന്നു. അതിൽ പലരും പിന്നീട് മാറിപ്പോകാൻ ഇടവന്നു. ജീവിതത്തിലെ പ്രതികൂലം മാറിയപ്പോൾ അവരും മാറി. ട്രാക്റ്റുകൾ കിട്ടാനില്ല എന്ന് ഓൾറെഡി പറഞ്ഞാണ് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ട്രാക്ട് എഴുതി ടൈപ്പ് ചെയ്തു. അത് മലയാളം, തമിഴ്, സിംഗിളീഷ് ഇങ്ങനെ വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്തു. അന്ന് ഇവിടെ താമസിച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ പാസ്റ്ററെ കണ്ടുപിടിച്ചു, അറബിക്കിലുള്ള ട്രാക്റ്റുകൾ സംഘടിപ്പിച്ചു. അദ്ദേഹം കോപ്പികൾ എടുക്കാൻ പേപ്പർ തരികയും ഞങ്ങളെ വളരെ അനുമോദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഓർക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൽ ഞാൻ ഓർക്കുന്നു. ആദ്യമായാണ് അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അങ്ങനെ ഏതായാലും അത് ദൈവത്തിന്റെ വലിയൊരു കൃപയുടെ കാലയളവായിരുന്നു. ഞങ്ങളെ സ്വയം പുകഴ്ത്തുവാനാണെന്ന് തോന്നുമെങ്കിലും ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അന്ന് ഇവിടെ ഉണ്ടായിരുന്നവർ പലരും ചെയ്യാതിരുന്ന കാര്യങ്ങളെ ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് ഞങ്ങൾ ഇവിടെ നിന്നത് വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി. അത് എത്രമാത്രം ഫലപ്രദമാണെന്നോ എത്ര പേർ അത് മുഖാന്തരം ദൈവവചനം കേട്ടുവെന്നോ ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങളാൽ ആവോളവും സുവിശേഷത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ ദൈവം അവസരം തന്നു ഓർക്കുന്നത് തികച്ചും സന്തോഷത്തിന് വക നൽകുന്നു. അന്ന് മരിക്കുമോ ജീവിക്കുമോ എന്നുള്ളത് ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലായിരുന്നു. കൂടുതലും മരിക്കാനായിരുന്നു സാധ്യത. അന്ന് സത്യമായും അതിൽ വലിയ വിലയൊന്നും കണ്ടില്ല. എന്നായാലും മരിക്കണം, പിന്നെ ദൈവം നിശ്ചയിച്ച ദിവസമേ അത് നടക്കൂ എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ പലപ്പോഴും ആ ദിവസം മുമ്പിലെത്തി എന്ന് വിചാരിച്ച ചില സന്ദർഭങ്ങൾ കാലത്ത് ജീവിതത്തിൽ കടന്നു വന്നു. ഓരോ ദിവസങ്ങളും ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു വിടുതൽ നടക്കും, യുദ്ധമില്ലാതെ തന്നെ സദാം വിട്ടുപോകും, അതായത് ഞങ്ങളുടെ പ്രാർത്ഥന ദിവസവും. പക്ഷേ ദിവസങ്ങളും മാസങ്ങളും നീണ്ടുപോയി. ഇനി ഉടനെയും ഒരു വിടുതൽ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മിക്കവാറും ഉറങ്ങാതിരുന്ന ബൈബിളും അതിനോടനുബന്ധിച്ച് പുസ്തകങ്ങളും വായിക്കുകയും എഴുതുകയും ചെയ്ത് നേരം വിളിപ്പിക്കുമായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഞങ്ങൾ ലെബനോനിൽ ബോംബിംഗ് നടക്കുന്നതും അവിടെ വീടുകളെല്ലാം പൊട്ടി തകർന്നു പോകുന്നതും അവരുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും എല്ലാം മരിക്കുന്നതും കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളത്തിന് വേണ്ടി കരയുന്നതും ദാഹിക്കുന്നതും അതിൽ ഉള്ള കഷ്ടപ്പാടുകളെല്ലാം അവിടെ കാണാൻ ഞങ്ങൾക്ക് ഇടവന്നു. അതുപോലെ അങ്ങനെ ഒരു സംഭവം ആയിരിക്കും ഒരുപക്ഷെങ്കിൽ, കാര്യം അവർ ലാൻഡ് അറ്റാക്ക് നടത്തും, ഈ ആർമി കയറി വരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒരുപക്ഷെ കുവൈറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടാതെ മനുഷ്യര് ബുദ്ധിമുട്ടുമല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളൊക്കെ മരിക്കാൻ നേരത്ത് ബോംബ് തല വീഴുവാണെങ്കിലും അല്ല ബിൽഡിങ്ങിൽ വീഴുകയാണെങ്കിൽ മക്കളും മരിക്കാൻ നേരത്ത് വെള്ളം എന്ന് പറഞ്ഞ് കരയുമ്പം വെള്ളം ഇവിടെ കൊടുക്കാനാണ്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു കാൻഡ് പൈനാപ്പിളിന്റെ ഒരു മുഴുത്ത ടിന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അത് പിഴിഞ്ഞ് അവരുടെ വായിലൊഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ
അങ്ങനെ ഞങ്ങളുടെ പിന്നെ ഫ്രിഡ്ജിനകത്ത് 2 ടിന്നുണ്ടായിരുന്നു. ഒന്ന് ആ ഈസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ദൈവം തന്ന അടയാളം. പിന്നെ ഈ പൈനാപ്പിളിന്റെ ഒരു ക്യാൻ, അങ്ങനെ 2 പിന്നെ ടിന്നുകൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ 2 ടിന്നും ദൈവത്തിന്റെ വലിയ കൃപയാണ്, പൊട്ടിക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഞങ്ങൾ ഈ സുവിശേഷം പറയാനായിട്ട് പബ്ലിക് മീറ്റിംഗ് നടത്താനായിട്ട് ഈ സ്കൂളിൽ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ അവിടെ അരി ഒരുപാട് കൊണ്ടുവന്നു. ആ അരിയൊക്കെ ആണെങ്കിൽ പിന്നെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെറുതെ മണല് കൂമ്പാരം കിടക്കുന്നത് പോലെ കിടക്കുന്നത്. കാര്യം ആ ചാക്കുകളെല്ലാം പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിന്റെ മുകളിൽ കൂടെ കയറി പൊട്ടാത്ത ചാക്കുകളാണ് ഞങ്ങൾ ഓരോ വീട്ടിലേക്കും 6 ചാക്ക് അരി വീതം കിട്ടി. ഒരുപാട് ഞങ്ങൾ അവിടെ എല്ലാം കൊണ്ടുപോയി പല വീടുകളിലാക്കി അത് കൊടുത്തു. പലരെയും സഹായിച്ചു. ഇന്ത്യക്കാരല്ലാത്തവരെയും ഞങ്ങൾ അത് മുഖാന്തരം ഞങ്ങൾക്ക് സഹായിക്കാൻ ഇടവന്നു. അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ പിന്നെ ഫ്രണ്ട് പിന്നെ ആൻഡ്രിയോട് പറഞ്ഞു, നമുക്ക് ഇവിടെ സുവിശേഷം വരണം, നാളെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വരാമെന്ന്. ഞങ്ങളവിടെ പ്രിപ്പയർ ചെയ്ത് പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അവസാനം ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ബലമായിട്ട് പിടിച്ചു നിർത്തി. അപ്പം അത് കഴിഞ്ഞപ്പം പുള്ളി പറയാം, എനിക്ക് അവിടെ ചെന്നിട്ട് ടെൻഷൻ കയറിയിട്ട് നിൽക്കാൻ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്ഥലം നോക്കട്ടെ എന്ന് പറഞ്ഞ് നടന്നത്. ഏതായാലും ഞങ്ങൾ ഒന്നും നോക്കിയില്ല, കണ്ണു അടച്ച് ഞാൻ മരിക്കേണ്ടി വന്നാലും വേണ്ടിയല്ല സുവിശേഷം പറഞ്ഞ് മടങ്ങുള്ളെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാര്യം ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ പോയി ഞാനും ഹെൻറി ബ്രദറും കൂടെ അവിടെ പോയിട്ട് നിന്നു, ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ ഈ പാട്ടങ്ങ് പാടി, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, ദ ക്രോസ് ബിഫോർ മീ, the world behind me, no turning back, no turning back, I have decided to follow Jesus. ഈ പാട്ട് പാടിയിട്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു, എൻ്റെ ബ്രദർ അത് ഹിന്ദിയിൽ തർജ്ജമ ചെയ്തു. അപ്പം ഞങ്ങൾ ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് തിരിഞ്ഞ് എല്ലാ മനുഷ്യരും കൂടെ നേരെ ഞങ്ങളെ നോക്കുകയാണ്. എല്ലാവരും സൈഡിലോട്ട് തിരിഞ്ഞ് ഞങ്ങളെ നോക്കും. അപ്പോഴത്തേക്ക് ഞാൻ കണ്ണ് കംപ്ലീറ്റ് ഇറുക്കി അടച്ചേച്ച് ഞാൻ എഴുതിയ ട്രാക്ട് തന്നെ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് ഹെൻറി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ അതിനാൽ ഞങ്ങൾ അവസാനം ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന കാര്യം, രക്ഷിക്കപ്പെടണം, കർത്താവിനെ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം പ്രാർത്ഥനയെല്ലാം പറയുന്നുണ്ട് രക്ഷിക്കപ്പെടാനുള്ള. അത് പറഞ്ഞ് ഞങ്ങൾ അവിടെ 3 ദിവസം പ്രസംഗിച്ചു. ദൈവത്തിന് വലിയ സ്തോത്രം ഉണ്ടാകട്ടെ. ആക്ച്വലി അതിനു മുമ്പ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 വർഷത്തിന് മുമ്പായിരിക്കാം, ഒരു ദിവസം നമ്മുടെ പിന്നെ ബ്രദർ ദിനകരൻ, DGS ദിനകരൻ അവിടെ വന്ന് കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ ഒരു കൊളീഗ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തെന്ന് പറയാം, ഒരു കുര്യാക്കോസ്, അവനെ ഒരു സുവിശേഷ വിരോധിയാണ്, ഭയങ്കര സുവിശേഷ വിരോധി. അവിടെ അന്ന് സാക്ഷ്യം പറഞ്ഞവരെയൊക്കെ അവിടെ നിന്ന് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു, നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടല്ലേ സാക്ഷ്യം പറയുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടോടാ ഇവിടെ വന്ന് ഈ പബ്ലിക്കായിട്ടൊരു മീറ്റിംഗ് നടത്താൻ? അപ്പോൾ എനിക്ക് ഒരക്ഷരം പറയാൻ പറ്റത്തില്ല. കുവൈറ്റിൽ ഒരു പബ്ലിക് മീറ്റിംഗ് പോയിട്ട് ഓടിച്ച് നടന്ന് പ്രാർത്ഥിച്ച കാലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പബ്ലിക് മീറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, അവനെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റത്തില്ല, മനസ്സിലൊരു ഭാരം തോന്നി. പക്ഷെ പ്രിയപ്പെട്ടവരെ, കാൻ യു ഇമാജിൻ, അന്ന് ഞാനും എൻ്റെ ബ്രദറും കൂടെ 3 ദിവസം പബ്ലിക് മീറ്റിംഗ് പോയിരുന്നത് ദൈവവചനം ഉച്ചത്തിൽ ഘോഷിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ഒരു സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. ഒരു ദിവസം അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ അവിടെ ഒരു സാധനം കിട്ടാനില്ല. അന്ന് ഞങ്ങൾ സാധാരണ അവിടെ കഴിക്കുന്നത് കുബൂസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. 50 രൂപയ്ക്ക് അത് 50 രൂപയ്ക്ക് 5 എണ്ണം കിട്ടും. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം എല്ലാവരും ഗൾഫിൽ കണ്ടിട്ടുണ്ട് കുബൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളത് സാധാരണ ഈവനിങ്ങിൽ കഴിക്കുന്നത്. അപ്പം അത് കിട്ടാനുള്ള സാധ്യതകൾ അവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ കുബൂസിന് ഒരു കാലത്തും വില കൂടുകയില്ല, കുറയുകയില്ല. കാരണം നേരത്തെ മരിച്ചുപോയ അമീർ പറഞ്ഞിട്ടുണ്ട്, ഈ കുബൂസിന്റെ വില ഒരിക്കലും കുറയ്ക്കരുത്. കാരണം എൻ്റെ രാജ്യത്ത് ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല. 50 പിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുബൂസ് കിട്ടും. ഒരു തൈരിന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ച ഒരു ഡബ്ബ, ഒരു കോപ്പയും കൂടെ വാങ്ങിച്ചാൽ, ഒരു കപ്പും കൂടെ വാങ്ങിച്ചാൽ ഒരാളുടെ ഒരു നേരത്തെ ആഹാരത്തിനും ധാരാളം. എത്ര പിന്നെ ആഹാരം കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ആ കുബൂസും തന്നെ കരടും ഈസ് ഇനഫ്. അങ്ങനെ അപ്പൊ അമീർ അങ്ങനെ പറയുന്നുണ്ട്. അത് ഒരു കാലത്ത് അവർ കൂട്ടുക കുറയ്ക്കുക ചെയ്തു. അത് കഴിഞ്ഞ് 1-2 അമീറന്മാർ വന്നു, എന്നാലും അവരാരും അത് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അവിടെ ഉണ്ട്. പിന്നെ അപ്പൊ ആ ക്ലാസ്മേറ്റിന് ഞാൻ അപ്പോൾ തന്നെ പിന്നെ ഞാൻ അവിടെ ഒരു ദിവസം വിളിച്ചു, സെബാസ്റ്റ്യൻ ഈ കുബൂസ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം അന്നേരം
അദ്ദേഹം എന്നോട് പറയാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, പല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് സെന്റ് തോമസ് കോളേജിൽ. അദ്ദേഹം എന്നോട് പറയാം, ഓ എല്ലാവരും ജീവനും കൊണ്ട് പരക്കം പോയി മരണപ്പാച്ച് നടന്നത് ടോണി ബ്രദർ, എന്നെ എല്ലാവരും ടോണി ബ്രദർ എന്നാണ്, എൻ്റെ ആന്റണി എന്ന പേരെങ്കിലും ടോണി ബ്രദർ എന്നാണ് അവിടെ എല്ലാവരും പറയാം. അപ്പം ടോണി ബ്രദർ കുബൂസ് അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ അത് വളരെ എനിക്കത് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യുന്നു. കാരണം പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു റിട്ടോട്ട് പ്രതീക്ഷിച്ച് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സംസാരിച്ചു കഴിഞ്ഞ് കൻ ഇമാജിൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് സംസാരിച്ച് കഴിഞ്ഞ് എൻ്റെ ഫോൺ റിസീവറിൽ വെക്കുമ്പോൾ എൻ്റെ കഥകയിൽ ഒരു നോക്ക്, എൻ്റെ ഒച്ച കേൾക്കാം, കഥയിൽ ആരോ വന്ന് തട്ടുവാണ്. അപ്പോൾ ഞാൻ ചെന്ന് കഥ തുറക്കുമ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അതിന് പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ബംഗാളി ഒരു ചെറുപ്പക്കാരൻ ഒരു പാക്കറ്റ് കുബൂസ്, പൊട്ടിക്കാത്ത ഒരു പാക്കറ്റ് കുബൂസ്, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ച് പൊട്ടിച്ചിട്ടുണ്ടോ, അവന് തിന്നിട്ട് വല്ലതും കൊണ്ടുവന്നാണ്, അത് കണ്ടാൽ നമുക്കറിയാം പൊട്ടിച്ച. അപ്പം പൊട്ടിക്കാത്ത ഒരു പാക്കറ്റ് കുബൂസും കൊണ്ട് ആ ബംഗാളി അവിടെ വന്നു. ഞാൻ ഓർക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ദൈവദൂതനായിരുന്നു, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഒരു ബംഗാളി ഹാരിസ് അന്ന്, ഞാൻ ഇവിടുത്തെ ഹാരിസ് എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ അവിടെ അറബിക്ക് പറയുന്ന ഹാരിസ്. അപ്പം ഞങ്ങൾ അങ്ങനെ അവൻ വന്ന് ഞങ്ങൾക്കിത് തന്നു. എനിക്ക് അത്ഭുതം തോന്നി, ദൈവം എത്ര അത്ഭുതവാനായ ദൈവം. അപ്പോൾ അതുപോലെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഓക്കെ, അതുപോലെ അനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്, ഒരു ദിവസം ഇതുപോലെ ഷാൽമയിലെ എല്ലാം ഞങ്ങളിങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഇങ്ങനെ കറങ്ങി നടന്നു. അവസാനം ഞാൻ പിന്നെ എൻട്രി ബ്രദറിനെ സാൽമയില്ല അദ്ദേഹം താമസിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന് അവിടെ ഒരുപാട് പേരുടെ ഭവനങ്ങളെല്ലാം അടിച്ചു പൊളിച്ച് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. കുവൈറ്റുകളിലെയൊക്കെ ഭവനത്തിലെ വലിയ വീടുകളിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ട്രെയിലർ ട്രക്ക് കൊണ്ട് നിർത്തിയിട്ട് പിന്നെ കൂലിക്കാരെ നിർത്തി അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ empty ഔട്ട് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആരും ചോദിക്കാനൊക്കത്തില്ല. ഒരു ദിവസം ഈ എൻട്രിയുടെ വീട്ടിലെ പിന്നെ ആരാണ്ട് അക്രമികൾ വന്നു, പട്ടാളക്കാരാണോ ആരാണെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവനെ അകത്തുനിന്ന് ഈ കഥകിനിട്ട് ഒറ്റ അടി കൊടുത്തു. ഞാൻ ഇതിന് അടിച്ചു. അപ്പം അടിക്കുമ്പോൾ ഇതിനകത്ത് ഒരാളുണ്ടെന്ന് അറിയാമല്ലോ. അകത്ത് ആളുണ്ടെങ്കിൽ സാധാരണ വീടുകൾ അവർ പൊളിക്കത്തില്ല. അപ്പോൾ ഒറ്റ അടി കൊടുത്തിട്ട് അവന്മാർ പോയില്ല. അവരവിടെ നിന്നിട്ട് പറഞ്ഞു, തുറക്കടാന്ന് പറഞ്ഞിട്ട് അറിയില്ല പറഞ്ഞു ഇഫ്താറെന്ന്. അപ്പം തുറക്കാൻ പറഞ്ഞ അവസാനം പുള്ളി തുറന്നിട്ട് അവൻ്റെ ഒരു പേപ്പർ കട്ടറും എടുത്തുകൊണ്ട് പോയി അവൻ. അങ്ങനെ പക്ഷെ അവനെ ഉപദ്രവിച്ചൊന്നുമില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ദിവസം ഇതുപോലെ എന്ത് ചെയ്തെന്നറിയാമോ, ഞങ്ങൾ ഒരു ദിവസം പിന്നെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് മടങ്ങി വരുന്ന ഒരു ദിവസം വഴിയിൽ ഞാൻ എൻട്രി ബ്രദറിനെ അവിടെ നിർത്തി പിന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണ്. അവിടെ നിന്നൊരു 20 മിനിറ്റ് 30 മിനിറ്റ് എടുക്കും. അപ്പം അന്ന് അതുവരെയുള്ള ദിവസങ്ങളൊക്കെ ഈ സങ്കടം വരുമ്പോഴും വിഷമം വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഈസ്റ്റിൻ്റെ കാര്യം ഓർക്കും, ദൈവത്തിൻ്റെ പിന്നെ വാഗ്ദത്തം ഓർക്കും. യുദ്ധത്തിൽ നിന്ന്, വാളിൻ്റെ വെട്ടിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും, മരണത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോരുമായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ ഭാരം തോന്നുക, താങ്ങാൻ പറ്റാത്ത ദുഃഖം എൻ്റെ മനസ്സിലൂടെ കടന്നു വരിക. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഭയങ്കര യുദ്ധം നടക്കുക. എൻ്റെ മനസ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാം. എൻ്റെ മനസ്സ് തന്നെ പറയാം നിന്നോട് അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ദൈവം സ്വരം കേട്ടിട്ടാ, ദൈവം പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിന്നത് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എൻ്റെ മനസ്സ് പറയാം, പിന്നെ നിന്നെ പോലെ ഉള്ളവനോടൊക്കെയാണോ ദൈവം സംസാരിക്കുന്നത്? അത് മോശയോടും അഹ്റോനോടും അതുപോലെയുള്ള വലിയ ആൾക്കാരോടൊക്കെ ഉണ്ടായി. ഇന്നലെ പെന്തക്കോസ്തുകാരനാ എന്ന് പറഞ്ഞ് നിന്നോട് ആര് പറഞ്ഞതാ? നിനക്ക് തോന്നുന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തോന്നുന്നൊന്നുമല്ല, ദൈവം എന്നെ സൂക്ഷിക്കും. അപ്പൊ എൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര യുദ്ധം നടക്കും, എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ മുമ്പിൽ മരിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. അത് ബിക്കോസ് ഓഫ് മീ, അത് ഞാൻ കാരണമാണെന്ന്. അത് എനിക്ക് കാണാൻ താല്പര്യമില്ല, കാണാൻ ഇഷ്ടമില്ല. അത് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇതാരും പറയാൻ പറ്റുന്നില്ല. അപ്പം വീടിന് അടുക്കാറാവുകയും ചെയ്തു. എനിക്ക് വീട്ടിൽ ചെന്ന് ഭാര്യയും മക്കളെയും കാണാൻ എനിക്ക് പറ്റത്തില്ല. കാരണം വെച്ച് ഞാൻ അവരെ കാണുമ്പോൾ പൊട്ടിക്കരയും. അവർ വിചാരിക്കും എനിക്ക് എന്നാ പറ്റി, എൻ്റെ സമാധാന തെറ്റത വല്ലതാണെന്ന് വിചാരിക്കും. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ട് പോകാൻ കുറച്ച് താമസിക്കണം, കുറച്ചുകൂടി ഞാൻ ഇച്ചിരി ചുറ്റി വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ അവിടെ അടുത്ത് ഒരു പെട്രോൾ സ്റ്റേഷനാണ്, ഒരു പെട്രോൾ ബങ്കാണ്. അപ്പോൾ ഈ പെട്രോൾ ബങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി എൻ്റെ വണ്ടിക്കകത്ത് ഫ്യൂവലുണ്ട്, അവിടെ കയറേണ്ട ആവശ്യമില്ല.
ഞാൻ വിചാരിച്ചു ഇവിടെ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി കുറച്ച് അവിടെ കയറിയാൽ ഒരു 5 മിനിറ്റെങ്കിലും കൊണ്ടേക്ക് നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ, വീട്ടിൽ അത്രയും താമസിച്ച് തന്നാൽ മതി. അതിനുവേണ്ടി ഞാൻ ഈ പെട്രോൾ ബങ്കിൽ കയറി. കാരണം ഇമാജിൻ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, സാക്ഷാൽ ഒരു ദൈവത്തിന്റെ ദൂതനെ സ്വർഗം എൻ്റെ മുമ്പിൽ അയച്ചു. അപ്പം നമുക്കെല്ലാം അറിയാമല്ലോ, 2 ബൂത്ത് ഉണ്ടല്ലോ, ഒരു ബൂത്ത് പുറകിൽ, ഒരു ബൂത്ത് ഫ്രണ്ടിൽ. ഞാൻ പിന്നെ എൻ്റെ പെട്രോൾ അടിക്കാൻ വേണ്ടി എൻ്റെ കാറ് നിർത്തി ആ ബൂത്തിൻ്റെ അവിടെ വാഹനത്തിന് വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ മനസ്സിൻ്റെ സകല ധൈര്യം പോയി, എൻ്റെ ആത്മാവ് ശൂന്യമായി, യാതൊരു വിധമായ ധൈര്യവും എൻ്റെ മനസ്സിനില്ല, എൻ്റെ ശരീരം പോലും തളരാൻ തുടങ്ങുകയാണ്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മെഴ്സിഡീസ് കാർ കൊണ്ടുവന്ന് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലത്തെ ബൂത്തിൽ കൊണ്ടുവന്ന്. അത് ഐ വിൽ നെവർ ഫോർഗെറ്റ് അണ്ടിൽ ഐ ഡൈ. അത് ഞാൻ ബെനീഹിൻ്റെ ആ പ്രൈസ് എടുക്കുകയാണ്. ബെനീൻ പറയുന്നത് ചില കാര്യങ്ങൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ് അണ്ടിൽ ഐ ഡൈ. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു 40 വർഷത്തിന് മേളിൽ ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു. അനേകം പെട്രോൾ ബങ്കുകളിൽ കയറി ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട്, അനേകം. അതിനു മുമ്പോ അത് കഴിഞ്ഞോ ഒരു മനുഷ്യൻ പോലും എന്നോട് പെട്രോൾ ബങ്കിൽ വെച്ച് അതുപോലെ സംസാരിച്ചിട്ടില്ല. ആ മനുഷ്യൻ കുവൈറ്റ് നല്ല ഒന്നാന്തരം ഇംഗ്ലീഷിൽ, കുവൈറ്റിലെല്ലാം കുറേ പേരെ ഇംഗ്ലീഷ് പറയുള്ളൂ, എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല, അറിയത്തില്ലല്ലോ, എല്ലാവരും എഡ്യൂക്കേറ്റഡ്. ആ മനുഷ്യൻ ഒന്നരം ഇംഗ്ലീഷിൽ എന്നോട് പറയുകയാണ്, ഓ യു ആർ ഫ്രം ഇന്ത്യ, യു ഡിഡ്ന്റ് ഗോ, യുവർ ഫാമിലി ഈസ് ഹിയർ. ഇതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നോട് പറയാണ്, ഇറ്റ് ഇസ് നൈസ് ടു സീ യു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാം, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു എൻ്റെ ആവശ്യം, ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് നീ അറിയുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം അതിന് ഉത്തരവുമായിട്ട് ഒരു മനുഷ്യനെ വിട്ടിരിക്കുക. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് എന്താ ഞാൻ പറയുന്നത്, എനിക്ക് ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അറിയത്തില്ല. ഞാൻ അത്രമാത്രം ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ ഇടവന്നു. അപ്പം ഞാൻ ചിന്തിക്കും, ദൈവമേ, ഈ ദൈവം, ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? Is it possible a God can send somebody like this? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത്രയും കേട്ടപ്പോൾ തന്നെ എൻ്റെ സങ്കടം തീർന്നു. കാരണം അത് അറിയുന്ന ഒരാൾ സ്വർഗത്തിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോ, ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അപ്രത്യക്ഷമാകുമല്ലോ, ദൂതനാണ്, സാധാരണ ദൂതനാണെന്നാണ് എൻ്റെ വിചാരം, ഒരു ഏഞ്ചലാണെന്ന് എൻ്റെ വിചാരം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ പ്രശ്നമൊന്നുമില്ല, പിന്നെ കാൻ യു ഗിവ് മീ യുവർ മൊബൈൽ നമ്പർ, കാൻ യു ഗിവ് മീ യുവർ ടെലിഫോൺ നമ്പർ. മൊബൈലല്ല, അന്ന് മൊബൈലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ടെലിഫോൺ നമ്പർ ചോദിച്ചു. അദ്ദേഹം ടെലിഫോൺ നമ്പർ തന്നു. ഫൈസൽ അൽ മുസല്ലം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ടെലിഫോൺ നമ്പർ ഇന്നും എൻ്റെ ഡയറിയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫൈസൽ അൽ മുസല്ലം. പക്ഷെ പിന്നീട് ഒരിക്കലും കണ്ട ഈ അന്വേഷണം എല്ലാം കഴിഞ്ഞെല്ലാം ശരിയായപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച്, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ എടുത്തു. പക്ഷേ എനിക്ക് പിന്നീട് അദ്ദേഹത്തെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, അന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത്, ആ ദൈവത്തിന്റെ ആ സാന്നിധ്യം എത്ര അത്ഭുതകരമായിട്ട് ഞങ്ങൾ പരിപാലിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടില്ല. ബോംബ് ഞങ്ങളുടെ മുറ്റത്ത് വീണെന്ന് ഞങ്ങൾ വിചാരിച്ച ദിവസങ്ങളാണ്. പക്ഷെങ്കിൽ എനിക്ക് മനസ്സിലായി, സ്വർഗത്തിലെ ദൈവം ക്ഷാമത്തിൽ നിന്ന്, മരണത്തിൽ നിന്നും, യുദ്ധത്തിൽ നിന്ന്, വാളിന്റെ വീട്ടിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല. അവൻ അറിയുന്നുണ്ട് നീ എവിടെയാണെന്നും, നിന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്നും, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്നും. എവറി മോമെന്റ് ഹി നോസ്. ആൻഡ് വാട്ട് ഈസ് യുവർ ഫീലിംഗ്, വാട്ട് ഈസ് യുവർ ട്രബിൾ, വാട്ട് ഈസ് യുവർ പെയിൻ ഇൻ യുവർ ഹാർട്ട്. ഓ, അത്ഭുതമായിരുന്നു. അങ്ങനെ ഉള്ള അനുഭവമായിരുന്നു ജീവിതത്തിൽ അവിടുത്തെ ഓരോ ദിവസങ്ങളും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് സാക്ഷ്യങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ വീട്, ഞങ്ങളുടെ മൈസൂരിലുള്ള ഈ വീട്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി കൈൻഡ്നസ് കാണിച്ച്, എക്സ്ട്രാ ഓർഡിനറി ബെനിഫിറ്റ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഹാസ് ബീൻ ഗിവൺ. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അർഹതയിലേക്ക് അപ്പുറമായിട്ടുള്ളത് തന്നിട്ടുണ്ട്.
ഈ വീടെന്ന് പറയുന്നത് ഈ മൈസൂരിലെ ഈ ഭവനം ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല. ഞാൻ ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചതുമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം 1994 ഇന്ത്യയിൽ അവധിക്ക് വരുമ്പോൾ ഞാൻ മൈസൂർ സന്ദർശിച്ചു. മൈസൂർ സന്ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ ഒരു അങ്കിളും ഒരു ആൻറ്റിയും റിട്ടയർഡ് ആയിട്ട് വന്ന്, ഞാൻ മുമ്പ് ഡൽഹിയിലെ കാര്യം പറഞ്ഞു, ആ ഡൽഹിയിലെ അങ്കിളും ആൻറ്റിയും റിട്ടയർഡ് ആയപ്പോൾ മൈസൂരിൽ വന്ന് സെറ്റിൽ ചെയ്തു. അവർക്കൂടെ ഒരു വീടുണ്ടായിരുന്നു. അവരുടെ മക്കൾ ചിലർ ഇവിടെ ഉണ്ടായിരുന്നു, ചിലരൊക്കെ ഒരാൾ വെളിയിലായിരുന്നു, അവന് പലരുണ്ടായിരുന്നു. അവർ വിദ്യാഭ്യാസമുള്ള പിള്ളേരായിരുന്നു. അപ്പം സിംഗപ്പൂരിലും ഖത്തറിലും ഒക്കെ ആയിരുന്നു. അപ്പം അവിടെ വന്നപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു, ആൻറ്റിയും അങ്കിളിനെയും കാണാൻ വന്നു. അപ്പൊ ആൻറ്റി എന്നോട് പറഞ്ഞു, അന്തോണിച്ചൻ തന്നെ അവരെ വിളിക്കുന്നത്, ഞങ്ങളുടെ മക്കൾ ഇവിടെ ഇപ്പം ഇവിടെ പ്ലോട്ട് കൊടുക്കുന്നുണ്ട്, ഹൗസിംഗ് പ്ലോട്ട് കൊടുക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീയും അപ്ലൈ ചെയ്ത് ഞങ്ങളുടെ മക്കൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ താമസിക്കുന്നവർക്ക് ഓൺലി ഫോർ ദ മൈസൂർ റെസിഡൻസ് അവർ അത് കൊടുക്കുന്നത്, ദാറ്റ്സ് എ പ്രിഫറൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരുടെ അഡ്രസ്സ് വെച്ച് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പം ഇവിടെ ഒരു നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് ചെന്ന് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്താണെന്ന് പറയുമ്പോൾ, ഇവൻ ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ്. അപ്പൊ ഞാൻ അവിടെ പോയി നോട്ടറി പബ്ലിക്കിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവന്നത് ഞാൻ ഫില്ലപ്പ് ചെയ്തിട്ട് നോട്ടറി പബ്ലിക്കിന് അകത്ത് കയറി കാണണമെന്നുണ്ടെങ്കിൽ കാണണം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്താ അയാളോട് പറയാ, എങ്ങനെ അയാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അയാൾ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പതറി പോകത്തേ ഉള്ളൂ, അത് ചിലപ്പോൾ നഷ്ടമാവില്ല വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഒരു പ്യൂൺ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പലരോടും വാങ്ങിച്ചാൽ കൂട്ടത്തിൽ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ അകത്ത് കൊണ്ടുപോയി. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കാം, ഇപ്പം അങ്ങനെ വിളിക്കുമ്പോൾ എന്നാ പറയണം, ഇന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവിടത്തേക്കുണ്ടല്ലോ ആ പേപ്പർ സൈൻ ചെയ്ത് അതുപോലെ തിരിച്ച് മടക്കി കൊണ്ടുവന്നു. സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതും തീർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അവര് ഈ ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ളത് കൊണ്ട് 1,00,000 രൂപ ഒന്ന് അടക്കണമായിരുന്നു ആദ്യം. അപ്പം അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുള്ള അനേകരുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ളത് കൊണ്ടും ഈ സ്ഥലം കുറവായതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ലക്കിടിപ്പെടും, അല്ലെങ്കിൽ ലോട്ടറി ഇട്ടിട്ട് ദൈവത്തിന്റെ അമിതമായ കൃപയാൽ ആ ലോട്ടറിയിൽ പോലും എനിക്ക് അനുകൂലമായിട്ട് ലോട്ടറി എൻ്റെ പേരിൽ വന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഭവനം കിട്ടിയത്. ഞാൻ പ്ലാൻ ചെയ്തില്ല, സുഹൃത്തെ, ദൈവം പ്ലാൻ ചെയ്ത. ഞങ്ങൾ ഇവിടെ വന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടുത്തെ. ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോഴാണ് അറിയുന്നത്, ഇന്ത്യയിലെ ബി ക്ലാസ് സിറ്റിയിലെ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ദ ബെസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ദ മോസ്റ്റ് ടൂറിസ്റ്റിക് പ്ലേസ് ഇൻ ഇന്ത്യ. ആൻഡ് അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള ഒരു സിറ്റിയാണിത്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസം ഇവിടെ തണുപ്പാണ്. 10 മാസം തണുപ്പാണ്. AC ഇടേണ്ട ആവശ്യമില്ല, ഫാൻ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ AC-യും ഫാനും ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. പാടെ 2 മാസം ശകലം ചൂടാണ്. ചൂടുണ്ടെങ്കിലും മറ്റുള്ളിടത്തുള്ളപ്പോഴുള്ള ഒരു പ്രയാസപ്പെടുന്ന ഒരു ചൂടൊന്നുമില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. ഒന്ന് വെളിയിൽ നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്കറിയാം, ഈ കാറ്റ് വരുന്നതുണ്ട്. നമ്മൾ ഈ കടൽ തീരത്ത് നിൽക്കുമ്പോഴത്തെ കാറ്റ് വരും. നല്ല കാറ്റിന് ഒരു മന്ദമാരുന്ന് ഇങ്ങനെ വരുന്നത് ഇച്ചിരി കൂളായിട്ടുള്ളതാണ്. മുമ്പ് ഞാൻ പറഞ്ഞത്, ഈ സ്ഥലം ആക്ച്വലി വളരെ മനോഹരമായ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വേണ്ടി ഞങ്ങളല്ല പ്രയത്നിച്ചത്, ഞാൻ അറിയാതെ ഇരിക്കുമ്പോൾ എൻ്റെ അരമുറുക്കിയ ദൈവം. അതുപോലെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ കുവൈറ്റിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ മിക്കവാറും അബ്ബാസിൽ നിന്ന് ഞങ്ങൾ സിറ്റിക്ക് പോകുമ്പോൾ, DC-ക്ക് പോകുമ്പം ഞങ്ങളുടെ കൂടെയായിരുന്നു യാത്ര ചെയ്യുന്നത്. പാസ്റ്റർ അന്ന് കാറില്ലായിരുന്നു. അപ്പോൾ പാസ്റ്ററിനെ ഞങ്ങളാണ് പിക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വെറുതെ ഒരു തമാശയും കാര്യമായിട്ട് ഇങ്ങനെ പാസ്റ്ററിനോട് പറഞ്ഞു, പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ലെന്ന് പറയുന്നു, ദൈവം എനിക്ക് കടക്കാരനാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, അതെന്താ കാര്യം വെച്ചാൽ, ഞാൻ ഒരുപാട് പാസ്റ്റർമാരെ വിസിറ്റ് വിസ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുക, അവർക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പലരെയും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് ഒരു മാത്യു പാസ്റ്ററെ പലരും അറിയുമായിരിക്കും. അദ്ദേഹത്തിനും ഞാൻ ഒരിക്കൽ വിസ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം പാസ്റ്റർ ഈ ഡൽഹിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും പാസ്റ്ററിന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടിയതുകൊണ്ട് പിന്നെ പാസ്റ്ററിന് വിസ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ കുടുംബമായിട്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അന്നേരം അങ്ങനെ ഈ പലരെ സഹായിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ച്
പാസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞത്, എന്നോട് ദൈവം കടക്കാരനാണ്. കാര്യം നമുക്ക് ഒരു പരിചയമില്ലാത്ത ഓരോ ആൾക്കാരെ വീട്ടിൽ സ്വീകരിക്കുക, അവർക്ക് ആഹാരം വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു കാര്യം, പിന്നെ അവരെ സഹായിക്കുക. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ 1998 പിന്നെ ഞങ്ങളുടെ ആ പാസ്റ്റർ പിന്നെ അമേരിക്കയ്ക്ക് പോയി. അദ്ദേഹത്തിന്റെ ബ്രദേഴ്സൊക്കെ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ ചെന്നപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാര്യം ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ് കുവൈറ്റിൽ നിന്നാണെങ്കിൽ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു, ഞങ്ങൾ കുവൈറ്റിൽ ഞങ്ങൾക്ക് 100 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊക്കക്കോള കിട്ടും. ഒരു കൊക്കക്കോള. പിന്നെ ഈ കുവൈറ്റ് കമ്പാരിറ്റീവ്ലി ചീപ്പാണല്ലോ ഈ ഫുഡിന്. അപ്പോൾ അമേരിക്കയിൽ ചെന്നപ്പോൾ $1 കൊടുക്കും. $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഫിൽസാണ്. 300 പൈസ 3 ഇരട്ടി കൊടുത്താലേ ഒരു പിന്നെ കൊക്കക്കോള വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു എല്ലാത്തിനും സകലത്തിനും 3 ഇരട്ടി 4 ഇരട്ടി വിലയാണ് അമേരിക്കയിൽ. അപ്പം ഞാൻ അതുകൊണ്ട് അമേരിക്കയിൽ പോകാനായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം എന്ത് പറ്റി, ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പം ഒരു ഫോൺ വന്നപ്പം അങ്ങനെ തലയ്ക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, ടോണി ബ്രദർ എന്നാണ് വിശേഷം? ടോണി ബ്രദറിന് അമേരിക്കയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞ പാസ്റ്റേ, അത് മാധ്യമ പാസ്റ്റായിരുന്നു. അത് പിന്നെ വളരെ എക്സ്പെൻസീവ് അല്ലേ അങ്ങോട്ടൊക്കെ വരുന്നത്. ഓ, അതെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട്. എന്നാ സ്പോൺസർഷിപ്പ് അയച്ചാലേ പാസ്റ്റർ ഉണ്ടാവും. അപ്പോൾ പാസ്റ്റർ സ്പോൺസർഷിപ്പ് അയച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞാനും എൻ്റെ വൈഫും 2 മക്കളും ഞങ്ങൾക്ക് 4 പേർക്കും വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് അയച്ചു. അപ്പോൾ എന്ത് പറ്റി, സ്പോൺസർഷിപ്പ് അയച്ചു. പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ കൊണ്ട് പിന്നെ എംബസി ചെന്നു. അപ്പം ഞാൻ വളരെ കൂളായിട്ട് എടുത്തു. ഞാൻ ദൈവസന്നിധിയിൽ പിന്നെ വെച്ചു. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, ഞാൻ അമേരിക്ക പോകുന്ന കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായും ഈ സാഹിബിന് എന്നെ തടയാൻ പറ്റത്തില്ല. സാഹിബ് പിന്നെ വിസ തന്നേ പറ്റത്തില്ല. അങ്ങനെ കൂളായിട്ട് പോയത് കൊണ്ട് പുള്ളി എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ കൂളായിട്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അവസാനം 10 ഇയേഴ്സ് മൾട്ടിപ്പിൾ ഇന്റർവ്യൂസ് ആയി. അപ്പോൾ പക്ഷേ എനിക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റിയില്ല. ബിക്കോസ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ക്ലാസിൻ്റെയും കാര്യങ്ങൾ കാരണം പോകാൻ പറ്റും. ഞാൻ ആ വിസ വെച്ച് PCNAKയുടെ 2 കൺവെൻഷൻസ് അറ്റൻഡ് ചെയ്തു. PCNAK എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, പ്രിയപ്പെട്ടവർക്ക് എല്ലാം അറിയാമല്ലോ. പിന്നെ പെന്തക്കോസ്റ്റൽ കൺവെൻഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ എയർലൈൻസ്. അപ്പം ഒന്ന് ഹൂസ്റ്റണിലായിരുന്നു. അവിടെ മാധ്യമ പാസ്റ്ററിന്റെ വീട്ടിൽ പോയി താമസിച്ചു. പിന്നെ ഒരു സുഹൃത്ത്, കുവൈറ്റിൽ നിന്ന് പോയ ഒരു സുഹൃത്തുണ്ടായിരുന്നത്, അവരുടെ ഭവനങ്ങളിൽ താമസിച്ച് ആഹാരം കഴിച്ചു. അങ്ങനെ ഹൂസ്റ്റണിൽ അവരുടെ വണ്ടിയിൽ പിന്നെ പോവുകയും വരികയും ചെയ്തു. ഞാൻ പറയാൻ കാര്യം, അന്ന് ഒരിക്കൽ ഞങ്ങളുടെ കുവൈറ്റിലുണ്ടായിരുന്ന തമ്പി പാസ്റ്ററിന്റെ അനുജനോട്, അദ്ദേഹം ഹൂസ്റ്റണിലെ പാസ്റ്ററാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഈ കൊല്ലം പിന്നെ അത് സെക്കൻഡ് ടൈം പിന്നെ PCNAK അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, അത് ടോണി ബ്രദർ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഹോട്ടലിൽ തന്നെ ചിലവ് $1000 $1000 ആവുന്നുണ്ട്. അവര് രൂപയെന്നും പറയും അമേരിക്കയിൽ ഡോളറിന്. അന്നേരം അങ്ങനെ അത് കാരണം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ കുവൈറ്റിൽ ചെന്നിട്ട് എനിക്ക് 5 പൈസയുടെ ചിലവില്ല. ടിക്കറ്റൊക്കെ എടുത്ത് അത് വേറെ വിഷയം. പക്ഷേങ്കിൽ ഈ PCNAK മീറ്റിങ്ങുമായിട്ട് എനിക്ക് ചിലവില്ല. ഇവരുടെ കൂട്ടത്തിൽ ആഹാരം കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ PCNAK അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു വർഷത്തിൽ ഞാൻ 2005 ഞാൻ വീണ്ടും ഈ PCNAK മീറ്റിങ്ങിന്, അന്ന് എൻ്റെ വിസ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ PCNAK പിന്നെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പിന്നെ കാറിൽ പിന്നെ മാധ്യമ ബസ് അങ്ങ് എത്തിക്കും, വെർജീനിയ ബീച്ചിലെത്തിക്കും. അത് വെർജീനിയ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഹൂസ്റ്റണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൂസ്റ്റൺ മുതൽ വെർജീനിയ ബീച്ച് വരെ ബൈ റോഡ് പോവാണ്. കുറേ സ്റ്റേറ്റുകൾ, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, എവിടെയൊക്കെയാണ് പിന്നെ വാഷിംഗ്ടൺ DC, ഇതെല്ലാം കഴിഞ്ഞാണ് വെർജീനിയ ബീച്ചിൽ ചെന്ന് ഞങ്ങൾ ആ മീറ്റിംഗ് അറ്റൻഡ്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ എവിടെ കിടക്കും. അവരും എന്നോട് ചോദിച്ചില്ല, ടോണി ബ്രദർ എവിടെ കിടക്കും. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, അവരെല്ലാവരും ബുക്കിംഗ് ചെയ്തിട്ടില്ല. ഞാൻ ആകെപ്പാടെ കഷ്ടത്തിലായി. ആരോട് ചോദിക്കും, എവിടെ ചെന്ന് ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവിടെ ഒറ്റ സീറ്റ് പോലും ഇല്ല. അവിടെ എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നത് പോലും ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യാം, അതിൻ്റെ നിലത്ത് പോലും കിടക്കാൻ അവിടെ ഇടയില്ല. അതുപോലെ യാതൊരു ചാൻസും ഇല്ല. ഞാൻ ആക്ച്വലി വളരെ പ്രയാസത്തിലായി അവിടെ, അവരെ കൂടെ പ്രയാസപ്പെടുത്തി. അപ്പം എന്നോട് ഞങ്ങൾ കുവൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു നിമി സിസ്റ്ററും കുഞ്ഞും ബ്രദറും ഉണ്ടായിരുന്നു. അവരുണ്ട് ഈ ഞങ്ങളുടെ ടീമിൽ. ഞങ്ങൾ 3-4 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അവരാണ് എൻ്റെ ക്ലോസ്. അപ്പം നിമി എന്നോട് ചോദിച്ചു, ടോണി ബ്രദർ നിലത്ത് കിടക്കാൻ പറ്റുമോ? നിലത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര കാർപ്പറ്റാണ്, എന്നാലും പ്രയാസമല്ലേ. അപ്പം എന്നോട് ചോദിച്ചു, ടോണി ബ്രദർ ഇപ്പം ഇത് ഇങ്ങനെ സംഭവിച്ചു, നീ വിഷമിക്കണ്ട, നിലത്ത് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ റൂമിൽ തന്നെ നിലത്ത് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നിലത്ത് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എവിടെയാണെങ്കിലും കിടക്കാമെന്നാണ്. അപ്പം അങ്ങനെ ആ പിന്നെ പ്രതികൂലം ഞങ്ങൾ
പിന്നെ തരണം ചെയ്തു, പകുതി തരണം ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ താഴോട്ട് പോയി. അപ്പോൾ എല്ലാവരുടെയും പിന്നെ അവർ ആണ് എനിക്ക് ആഹാരം എല്ലാം റെഡിയാക്കി തന്നത്. അത് പിന്നെ ആഹാരം കൂപ്പണൊക്കെ ഉണ്ട്, അവർ നേരത്തെ കൂപ്പൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ പിന്നെ ഈ മെയിൻ ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ മെയിൻ പിന്നെ കൺവെൻഷൻ ഹാളിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ആ വാതിലിൻ്റെ അവിടെ 3-4 ഈ സ്റ്റാളുണ്ട്, ചെറിയ സ്റ്റാൾ, ചെറിയ ടേബിളൊക്കെ ഇട്ടിട്ട് ഓരോ മിനിസ്ട്രി പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. അതിനകത്ത് ഒരു സ്റ്റാളിൽ നിൽക്കുന്ന ആരാന്നറിയുമോ? റെനി ജോർജ് ബ്രദർ, ബാംഗ്ലൂരിൽ PFIയിൽ പിന്നെ നടത്തുന്ന റെനി ജോർജ് ബ്രദർ. റെനി ജോർജ് ബ്രദർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം റെനി ജോർജ് ബ്രദറിനെ കണ്ടതും ഞാൻ ഹല്ലേലൂയ എന്ന് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പിന്നെ ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിലമയിലാണ്, പിന്നെ ഇങ്ങനെയാ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എത്തി, പക്ഷെങ്കിൽ ഞാനിത് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാം, അതിനെന്താ, നോ പ്രോബ്ലം, യു കം ആൻഡ് സ്റ്റേ വിത്ത് മീ. അപ്പൊ എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നേരത്തെ അവിടെ ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ഫുഡും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഈ റെനി ജോർജ് ബ്രദറിനെ എല്ലാവർക്കും അറിയാമല്ലോ. റെനി ജോർജ് ബ്രദർ എന്നിട്ട് ഞാൻ അവിടെ ആ കൺവെൻഷൻ കഴിയുന്നവരെ അദ്ദേഹത്തിനോട് ഞാൻ അവിടെ കൂടി. എന്നിട്ട് അപ്പം അദ്ദേഹത്തിന് എല്ലാവരും വിളിച്ചു കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ ആഹാരം മിച്ചം വരുന്നത് ഞങ്ങൾ പിന്നെ റൂമിൽ കൊണ്ട്, പുള്ളിയുടെ ഹോട്ടലല്ല, അവിടെ ഈ മൈക്രോവേവും അതും ഇതെല്ലാം ഉണ്ട്, ഒരു ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ചൂടാക്കി തരാൻ പറ്റും. അങ്ങനെ മിച്ചം വരുന്ന കൊണ്ടുവരും. അത് മാത്രം ഞങ്ങൾക്ക് ഫുഡ് അവിടെ കിട്ടുമായിരുന്നു. ഞങ്ങൾ ആ പുള്ളിയെ കുറേ പേര് കൂട്ടിക്കൊണ്ടുപോയി, അവരുടെ കൂടി ഞാനും പോയി. അങ്ങനെ അനുഗ്രഹീതമായിട്ട് ആ PCNA ആ വിർജീനിയ ബീച്ചിലെ മീറ്റിംഗ് കൂടാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് മുമ്പായി അവൻ ഗലീലിക്ക് പോയി. ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ ഈ റെനി ജോർജ് ബ്രദറുമായിട്ട് എനിക്ക് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ കുവൈറ്റിലെ ഷെയറിങ് എ സ്മൈൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ആരംഭിച്ചായിരുന്നു. കാര്യം ദൈവത്തിന്റെ വചനം എന്നെ ടച്ച് ചെയ്താണ്. ഈ എളിയവരിൽ ഒരുത്തിന് ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു എന്ന്. ആരാ പറയുന്നത്? സാക്ഷാൽ രക്ഷകനായ യേശു ക്രിസ്തു, സേവിയർ ആൻഡ് റെഡീമർ ഓഫ് മീ. അപ്പം എന്താ, കർത്താവിന് ഉപകാരം ചെയ്യാനുള്ള ഒന്നാന്തര ഒരു ചാൻസ് ആണ് യു ക്യാൻ സെർവ് സമ്മൺ ഹു ഈസ് ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു മിനിസ്ട്രി തുടങ്ങി. എന്നാന്നറിയുമോ? ഷെയറിങ് എ സ്മൈൽ മിനിസ്ട്രി. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ദൈവം അവസരം തന്നു. പക്ഷെങ്കിൽ അത് സാധിക്കാത്ത അനാഥരായവര്, പിന്നെ ഉപേക്ഷിക്കപ്പെട്ടവര്, മാർജിനലൈസ്ഡ് പീപ്പിൾ ആർടെ, ചിൽഡ്രൻ ആർടെ, വിശക്കുന്നവരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് ഷെയറിങ് എ സ്മൈൽ. നമ്മുടെ സ്മൈല് ഷെയറിങ് വിത്ത് പുവർ പീപ്പിൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കുവൈറ്റിലൂടെ നടന്ന് എല്ലാവരോടും 1 ദിനാർ തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. 1 ദിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് ആക്കുന്ന പൈസയുള്ളൂ. കുഞ്ഞുങ്ങൾ പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞുങ്ങൾ, അവിടെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, കുവൈറ്റിൽ എന്തോ ഒരു പൈസ പിന്നെ വേസ്റ്റ് ആയി പോകുന്നത് ഫുഡിനൊക്കെ. മക്കളെ ആണെങ്കിൽ വീട്ടിലെ ചിക്കൻ കറി വെച്ച് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ടെങ്കിലും പറയും, അത് വേണ്ട, അത് ഇന്നലത്തെ, അത് പഴയത്, എനിക്ക് വേണ്ട, എനിക്ക് ഇന്ന് ബർഗർ മതി. അപ്പൊ ആ ബർഗർ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേത് വേസ്റ്റ് ആയിട്ട് പോവാം. അതുപോലെ നമ്മൾ ഒരു ദിവസം അരിഞ്ഞു കളയുന്ന പിന്നെ ടൊമാറ്റോയോ അങ്ങനെ വെച്ചാൽ 1 ദിനാർ ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട് ഇൻ കുവൈറ്റ്. അപ്പം അത് നമ്മൾ അനേകരിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഒരു 200-250 ദിനാർ വരെ അന്ന് കിട്ടും. ആ ദിനാർ കിട്ടുമ്പോൾ അത് ഞാൻ പിന്നെ നാട്ടിൽ ഒരു 30ഓളം അനാഥ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഞാനത് അയച്ചു കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 10 ഇയേഴ്സ് ആ മിനിസ്ട്രി ചെയ്തു. ആ 10 ഇയേഴ്സിൽ അപ്പോൾ ഒരിക്കലും റെനി ജോർജ് ബ്രദർ, ആക്ച്വലി റെനി ജോർജ് ബ്രദറിൻ്റെതും കൂടെ അല്ലാതെ PFI നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞോൻ ചാക്കോ ബ്രദറിൻ്റെതാണ്, കോട്ടയത്താണ് എൻ്റെ ആസ്ഥാനം. ഞാൻ ആദ്യം കോട്ടയത്തിനാണ് പൈസ അയക്കുന്നത്. അവർ ദൈവം ട്രാൻസ്ഫർ ടു റെനി ജോർജ് ബ്രദർ. അപ്പോൾ ഈ സ്പിരിച്വൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ് എനിക്ക് അന്ന് ഞാനൊരു മാസിക ഇറക്കുമായിരുന്നു. ഈ മാസിക നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇതിങ്ങനെയായിരുന്നു, 4 പേജുകളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കവിതകൾ എഴുതുമായിരുന്നു. നീയല്ലാതൊരു ദൈവമുണ്ടോ, ആത്മനാഥനെ, നീതി സ്വരൂപനെ, ആശ്രിത വത്സലനെ, യേശുദേവനെ. നീയല്ലാതൊരു ദൈവമുണ്ടോ, കാരുണ്യം ചൊരിയുന്ന ദൈവമുണ്ടോ, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ടോ, പെറ്റമ്മയെക്കാളേറെ സ്നേഹിക്കും ദൈവമുണ്ടോ, നീയല്ലാതൊരു ദൈവമുണ്ടോ, വാഗ്ദത്തം നൽകും ദൈവമുണ്ടോ, വാക്കുമാറാത്തൊരു ദൈവമുണ്ടോ, കരളിലെ നൊമ്പരമറിയുന്ന ദൈവമുണ്ടോ, നീയല്ലാതൊരു ദൈവമുണ്ടോ, കരുണയിൻ കരങ്ങളിൽ
താങ്ങും ദൈവമുണ്ടോ? നീയല്ലാതൊരു ദൈവമുണ്ടോ? സ്നേഹത്തിൻ പരിമിതികൾ അളക്കാത്തൊരു ദൈവമുണ്ടോ? നീയല്ലാതൊരു ദൈവമുണ്ടോ? കാരുണ്യം പകരുന്ന ദൈവമുണ്ടോ? കണ്ണുനീർ തൂകുന്ന ദൈവമുണ്ടോ? യേശുദേവനെ, നീതി സൂര്യനെ, നീയല്ലാതൊരു ദൈവമുണ്ടോ? യാചന കേൾക്കുന്ന ദൈവമുണ്ടോ? ഉത്തരമരുളുന്ന ദൈവമുണ്ടോ? താഴ്ചയിലെന്നെ ഓർക്കുവാൻ നീയല്ലാതൊരു ദൈവമുണ്ടോ? പാപി എന്നെ തേടി വന്നോരു ദൈവമുണ്ടോ? ജീവന് മറുവിലയാകുന്ന ദൈവമുണ്ടോ? മാറോടണയ്ക്കുന്ന ദൈവമുണ്ടോ? നീയല്ലാതൊരു ദൈവമുണ്ടോ? മരണനിഴലിൻ താഴ്വരയിൽ കൂടെയിരിക്കുന്ന ദൈവമുണ്ടോ? ശത്രു മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമുണ്ടോ? ദൈവമുണ്ടോ? നീയല്ലാതൊരു ദൈവമുണ്ടോ? രാത്രിയാഗ്നി പകൽ മേഘസ്തംഭമായി കാവൽ ചെയ്യുന്ന ദൈവമുണ്ടോ? ആഴിയിനാഴങ്ങളിൽ വീതിയൊരുക്കുന്ന ദൈവമുണ്ടോ? നീയല്ലാതൊരു ദൈവമുണ്ടോ? താതൻ മകനെ ചുമക്കും പോലെ ചുമലിൽ വഹിക്കുന്നൊരു ദൈവമുണ്ടോ? ആനന്ദ സ്വരൂപനെ, യേശുദേവനെ, നീയല്ലാതൊരു ദൈവമുണ്ടോ? അനവധി പേജുകൾ എഴുതിയാലും തീരുകയില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. ഞാൻ അവിടെ ഒരു കുറിപ്പ് കൊട്ടിരിക്കുക. അപ്പം ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് സകല മാനവും മഹത്വവും ദിവസം അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസനോടും അരോമ ടിവിയോടും ഉള്ള എൻ്റെ കടപ്പാടും നന്ദിയും ഒരു പ്രാവശ്യം കൂടെ, ഒരു വട്ടം കൂടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പ്രാർത്ഥന കൊണ്ട് ഈ നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ എൻ്റെ ഈ സാക്ഷ്യം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മനോഹരമായ, അനുഗ്രഹീതമായ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൻ്റെതായ അല്ലല്ല ഈ നല്ല സമയങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തി ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളിലും അല്ലല്ലേ അവിടുത്തെ മുദ്ര വെച്ചിരിക്കുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ നാമത്തെ അല്ലാതെ മറ്റൊന്നും മഹത്വപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത് കേട്ട, ഈ സാക്ഷ്യം കേട്ട, ഇനിയും കേൾക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ ശ്രദ്ധിച്ചെങ്കിൽ, ആരെങ്കിലും ഈ വീഡിയോ എന്തെങ്കിലും കേട്ടെങ്കിൽ അവരെല്ലാവരും അവിടുത്തെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ പണിതെടുക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിലെ സകല പ്രതികൂലങ്ങളിൽ അവരെ വിടിവിച്ച്, അല്ലെങ്കിൽ ആനന്ദത്തോടെ അവരെ നിർത്താൻ മതിയായ ഒരു ദൈവമുണ്ടെന്ന്, ഹല്ലേലൂയ, എന്നെ സ്നേഹിച്ച് ആദരിച്ച ദൈവത്തിന്റെ കരുണ അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ ഇടവരുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ആ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളുടെ ഉള്ളറകളിൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ മിനിസ്ട്രിയിൽ, കർത്താവിന്റെ ദാസന്റെ ഭവനത്തിന്റെ മിനിസ്ട്രിയിലെ എല്ലാ ഹല്ലേലൂയ അവസ്ഥയ്ക്കും ഹല്ലേലൂയ അവിടുന്ന് വ്യത്യാസം വരുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ നന്മകളിലേക്ക്, അനുഗ്രഹങ്ങൾക്ക് നടത്തണമേ. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീരുമാനം. അരോമ ടി വി ചാനലിനെ എല്ലാം സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കണമേ. അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനോടാണ് എല്ലാ കരുണയ്ക്കും ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നിലനിർത്തിയ ദൈവം അർപ്പിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ആന്റണി ചായൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിന്റെ ദാസനോടുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം പ്രിയ ആന്റണി ചായന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ സാക്ഷ്യം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ ആ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. സ്വന്തം ഭവനത്തിൽ തന്നെ വേണമെങ്കിൽ മലിനമായി പോകാമായിരുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. മദ്യം അല്ലെങ്കിൽ പുകവലി തുടങ്ങിയതായ ലോകത്തിൻ്റെതായ മാലിന്യങ്ങളിൽ മയങ്ങി അതിൽ വലിച്ചഴിക്കപ്പെട്ട് പാപത്തിലേക്ക്, നാശത്തിലേക്ക്, ദുരന്തത്തിലേക്ക് പോയി നശിച്ചു പോകാമായിരുന്നു. എന്നാൽ ദൈവം അതിനെ വിട്ടുകൊടുത്തില്ല. പിശാച് അതിനുള്ള കെണികളും കുടുക്കുകളും ഒക്കെ ഒരുക്കി. എങ്കിലും സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കും പരിപാടിക്കും വേണ്ടിയിട്ട് ദൈവം
ജോസഫിനെ മാറ്റി നിർത്തിയതുപോലെ ദൈവം മാറ്റി നിർത്തി എന്ന് മാത്രമേ പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കൂട്ടുകാരൻ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ആ പ്രത്യേക ആ ഒരു വിളിയും തിരഞ്ഞെടുപ്പും പ്രിയ ആന്റണി ചായന്റെ ജീവിതത്തില് കർത്താവ് പകർന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുവൈറ്റില് 40-ലധികം വർഷം ജീവിച്ച് അവിടുത്തെ കുവൈറ്റ് യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, കുവൈറ്റിൽ അല്ലായിരുന്നിട്ട് പോലും അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ കാലയളവിൽ ജീവിച്ചിരുന്നവർക്ക് ആ കുവൈറ്റ് യുദ്ധം എന്ന് പറയുന്നത് വലിയ ഒരു ഓർമ്മയാണ്. അത് മറക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിലും അവിടെ ഉറച്ചു നിന്ന് ചില അടയാളങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച് അവിടെ ഉറച്ചു നിന്ന് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയങ്ങൾ കണ്ടെത്തി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവമേ, കർത്താവ് ശക്തമായി കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചു. ഈ പ്രായത്തിലും കാലേബിനെ പോലെ നല്ല ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ വേദികൾ ഏറെ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ അത് വിനിയോഗിക്കുക. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com